മീ ടു മീ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ സാധകർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് എറണാകുളം ജില്ലയിലെ മീ ടു മീ മെഡിറ്റേഷൻ സെൻറ്ററിലാണ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബാലഗോപാൽജിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജീവിതം തന്നെ ആധ്യാത്മിക സാധനയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല തന്നെ സാധനാ മാർഗങ്ങളിലേക്ക് മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് ജീവിതം നയിക്കുന്ന ഒരു അപൂർവ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയാം. അങ്ങേ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ഹരി ഓം ശരത്ജി. സർ, നമ്മൾ ആധ്യാത്മിക പഠനത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഇപ്പം മനുഷ്യജീവിതം എന്ന് പറയുന്നത് നമുക്ക് അനേകം ജന്മങ്ങളിൽ നിന്ന് അതിൻ്റെ ഒരു പുണ്യമാണ് മനുഷ്യജീവിതമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ അപൂർവമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ജന്മം കിട്ടുമ്പോൾ ഇതിൽ എത്ര പേര് യഥാർത്ഥത്തിൽ അതിനെ പ്രയോജനപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അതിനെ ഒരു ഈശ്വര ചിന്തയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു സ്വന്തം തിരിച്ചറിയലിന് വേണ്ടി നമുക്ക് സമയം അതിനു വേണ്ടി ആ ജീവിതം പ്രയോജനപ്പെടുത്തുന്നത് വളരെ വിരളമാണ്. അതിൽ കുറച്ച് പേര് മാത്രമേ ശരിക്കും ആ ചിന്തയിലേക്കും അല്ലെങ്കിൽ ഉള്ളിലേക്കുള്ള യാത്ര ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങ് എങ്ങനെയാണ് ഇതിൻ്റെ ജീവിതം തന്നെ ഇതിലേക്ക് സമർപ്പിച്ച് ഈ യാത്രയിലേക്ക് ജീവിതത്തെ സമർപ്പിക്കാനുള്ള സാഹചര്യം ഒന്ന് വ്യക്തമാക്കിയത് കൊള്ളാമല്ലോ. ഹരി ഓം. ഓം യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാ താമഹം വന്ദേ അമൃതാനന്ദമാതരം. യത്കൃപാ താമഹം വന്ദേ അമൃതാനന്ദമാതരം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഇവനെ ഈ മീ ടു മീ മെഡിറ്റേഷൻ സെന്റർ പ്രകൃതി രമണീയമായ കങ്ങാരപ്പടി സെന്ററിൽ എത്തിച്ച അവധൂത് ഗുരുപ്രസാദ്ജിക്കും അദ്ദേഹത്തിന്റെ ശിഷ്യഗണത്തിൽപ്പെട്ട അഗ്രഗണ്യനായ അഡ്വക്കേറ്റ് ശ്രീജിത്തിനും ഇവന്റെ നമസ്കാരം, വിനീത നമസ്കാരം. ഞാൻ ചേരാനെല്ലൂരാണ് ഇപ്പോൾ താമസിക്കുന്ന ഒരു വാടക വീട്ടിൽ. അനികേതഃ സ്ഥിരമതി എന്ന് വിശ്വസിക്കുന്നു ഞാൻ. സ്വന്തം സ്വത്തുക്കൾ എത്രയും കുറയുന്നോ അത്രയും മനുഷ്യജീവിതം ലൈറ്റായി മാറുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അനികേതഃ വീടില്ലാത്തവൻ എന്നത് അതിലൊരു നിർവചനം ഭഗവാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തിൽ വാഹനത്തിരിക്കുമ്പോൾ ആലോചിച്ച ഒരൊറ്റ ശ്ലോകം ഇതായിരുന്നു: മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയം, ഇത് മൂന്നും ഉണ്ടായാൽ തന്നെ പരമഭാഗ്യമാണ്. സഹസ്ര ജന്മങ്ങളിൽ വക്കീൽ സാർ പറഞ്ഞ മാതിരി തന്നെ കിട്ടുന്ന ഒരു ജന്മമാണ്, ഒരു സുഹൃതമാണ്. മുജ്ജന്മ സുഹൃതത്തിന്റെയോ ഒക്കെ ഫലമായിരിക്കാം. ഒരു സുഹൃതമാണ് മനുഷ്യജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ. അതുകൊണ്ട് മനുഷ്യജന്മം ജനിച്ചു. മനുഷ്യനെ മറ്റ് പ്രകൃതി ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ഫാക്ടർ എനിക്ക് തോന്നുന്നത്, അമ്മ പറയാറുണ്ട്, മനുഷ്യന് മാത്രമാണ് ഒരു യന്ത്രത്തിന്റെ ഓപ്പറേഷൻ മാനുവൽ ദൈവം അകത്തിടാത്തത് എന്ന്. മറ്റെല്ലാ ജീവജാലങ്ങൾക്കും യന്ത്രങ്ങളെപ്പോലെ വാഷിംഗ് മെഷീനായാലും കമ്പ്യൂട്ടറായാലും ക്യാമറയായാലും
ഫ്രിഡ്ജായാലും എല്ലാം അതിന്റെ കൂടെ ഒരു ഓപ്പറേഷൻ മാനുവൽ ഉണ്ടാവും. മനുഷ്യന്റെ കാര്യത്തിൽ മാത്രം അവൻ ജനിക്കുന്ന സമയത്ത് കരയാൻ മാത്രമേ അറിയുള്ളൂ. എല്ലാം ഒരു നിസ്സഹായത എവിടെ നോക്കിയാലും ഡേ 1 മുതൽ അവന് തോന്നപ്പെട്ടേക്കാം. പക്ഷേ വക്കീൽ സാർ സൂചിപ്പിച്ച മാതിരി അവന് അവന്റെ കാലം, ശൈശവം കഴിഞ്ഞ് ബാല്യം, കൗമാരം എന്നീ ദിശകളിലേക്ക് വരുന്ന സമയത്ത് അവൻ ആരായിട്ടാണോ സംസർഗം, അവന്റെ മാതാപിതാക്കള്, ഗുരുക്കന്മാര്, അവൻ ആരായിട്ടാണോ സംസർഗം, അതാണ് അവന്റെ പിൽക്കാല ജീവിതത്തെ മോൾഡ് ചെയ്തെടുക്കുന്നത് എന്ന് എന്റെ സ്വന്തം ജീവിതത്തിൽ നിന്ന് എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ജനിച്ചത് ആധ്യാത്മിക പാരമ്പര്യവും ഉള്ള ഒരു കുടുംബത്തിലാണ്. എന്റെ അമ്മ, അച്ഛൻ ഇവർ രണ്ടുപേരും മഹാഗുരുക്കന്മാരാൽ ദീക്ഷിതരാണ്. എന്റെ അമ്മയുടെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു സ്വർഗീയനായ ശ്രീമദ് സ്വാമി സിദ്ധേശ്വരാനന്ദജി മഹാരാജ്. അദ്ദേഹം ഠാക്കൂർ പരമഹംസന്റെ നേരിട്ടുള്ള ശിഷ്യനായിട്ടുള്ള ബ്രഹ്മാനന്ദജി മഹാരാജ് അഥവാ രാജാ മഹാരാജ് എന്ന് പറയുന്ന സാക്ഷാൽ ബ്രഹ്മാനന്ദ സ്വാമിജിയുടെ ദീക്ഷ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ സമയം ചെലവഴിക്കാനും ബേലൂർ മഠത്തിൽ അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിന്റെ പാദം പിടിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാനും പറ്റിയിട്ടുള്ള ഒരു മഹാത്മാവായിരുന്നു എന്റെ അമ്മാവൻ. അദ്ദേഹത്തിനെയാണ് പിന്നീട് ബേലൂർ മഠം 1938 തോന്നുന്നു ഫ്രാൻസിൽ യുദ്ധകാലത്തിന് മുമ്പിലുള്ള സമയത്ത് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം തുടങ്ങാനായിട്ട് അയച്ചത് അവിടുന്ന്. അദ്ദേഹം അവിടെ 38 മുതൽ 57 വരെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ 1-2 തവണ മാത്രമേ ഇന്ത്യയിലേക്ക് വരാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളൂ. രണ്ടാമത്തെ തവണ അദ്ദേഹത്തിന്റെ അമ്മ മരിക്കാൻ അടുക്കുന്ന സമയത്താണ് അദ്ദേഹം വന്നതും. മരണശേഷമുള്ള ക്രിയകൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. 57 അദ്ദേഹം മഹാസമാധി പ്രാപിച്ചത് പാരീസ് സിറ്റിക്ക് അടുത്തുള്ള ഗച്ച് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ മനോഹരമായിട്ടുള്ള ഒരു സൗധത്തിൽ അദ്ദേഹത്തിന് ഒരു ദമ്പതികൾ സംഭാവന ചെയ്താണ് ആ സൗധം. അത് ശ്രീരാമകൃഷ്ണ ആശ്രമമായിട്ട് സെന്റർ വേദാന്തിക് എന്ന പേരിൽ പ്രവർത്തിച്ച് ഇന്നും വരുന്നു. വളരെയധികം ഭക്തന്മാരെയും സാധകന്മാരെയും അത് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ആ സ്വാമിജി വല്യമാമൻ എന്ന് വിളിക്കാം. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശ്രീരാമകൃഷ്ണ മഠം തന്റെ പ്രസ്ഥാനമായി അംഗീകരിച്ചെങ്കിൽ പോലും അദ്ദേഹം മറ്റു ഗുരുക്കന്മാരെ മറ്റ് യോഗശാസ്ത്രങ്ങളിൽ വിവരിച്ചിട്ടുള്ള ഗുരുക്കന്മാരിൽ നിന്നുള്ള ആശയങ്ങൾ സ്വീകരിക്കാൻ ഒട്ടും മടി കാണിച്ചിരുന്നില്ല. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിന് 2-3 മാസം അതിലധികമാണെന്ന് തോന്നുന്നു സ്വർഗീയ രമണ മഹർഷിയോടൊപ്പം തിരുവണ്ണാമല കഴിഞ്ഞുകൂടാനായിട്ട് പറ്റിയിരുന്നു. അദ്ദേഹത്തിന്റെ പാദസേവ ചെയ്യാനും അദ്ദേഹത്തിനോട് അടുത്ത് പെരുമാറാനും കഴിഞ്ഞിരുന്നു. രസകരമായിട്ടുള്ള ചില സംഭവങ്ങൾ ഇന്ന് ഈ രണ്ടുപേരും കൂട്ടിച്ചേർത്ത് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ സൌത്ത് ഓഫ് ഫ്രാൻസ് ടുലൂസ് എന്ന് പറയുന്ന നഗരം ഇന്ന് ഇപ്പോൾ അത് എയർബസിന്റെ വലിയ ഹെഡ്ക്വാർട്ടേഴ്സാണ്, ഫാക്ടറിയുമൊക്കെയുള്ള സ്ഥലമാണ്. ടുലൂസിൽ 2ാം ലോകമഹായുദ്ധകാലത്ത് അദ്ദേഹത്തിന് കുറച്ചുകാലം പാരീസിൽ നിന്ന് മാറി താമസിക്കേണ്ടി വന്നിരുന്നു യുദ്ധകാല സാഹചര്യങ്ങൾ കാരണം. അപ്പോൾ അവിടെ ടുലൂസ് യൂണിവേഴ്സിറ്റിയിൽ ഫിലോസഫി അദ്ദേഹം അതിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് ചെല്ലുന്ന സമയത്താണ് അദ്ദേഹത്തിന് സെയിന്റ് കാത്തറീൻ എന്ന് പറയുന്ന ക്രിസ്തീയ ഒരു മെത്തോളജി അങ്ങേയറ്റം ആധ്യാത്മിക അനുഭൂതി ഉണ്ടായിട്ടുള്ള ഒരു മഹതിയാണ്. സെയിന്റ് കാത്തറീന്റെ ആശയങ്ങളിൽ ആകൃഷ്ടനാവുകയും അവർ പിന്തുടർന്ന സാധനാ രീതികളിൽ അദ്ദേഹത്തിന് പിന്തുടരാനുള്ള ഒരു പ്രചോദനം സിദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ സെയിന്റ് കാത്തറീൻ കോൺവെന്റിലും അദ്ദേഹം സാധനകൾ അനുഷ്ഠിക്കാനുള്ള ഭാഗ്യം കിട്ടി. അവിടെയും അവരനുഭവിച്ച അതേ ഏതാണ്ട് തത്തുല്യമായിട്ടുള്ള അനുഭവങ്ങൾ, ആധ്യാത്മിക അനുഭൂതികൾ അദ്ദേഹത്തിന് ഉണ്ടായി എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തിനെ ഞാൻ മുഖതാവിൽ കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ റെക്കോർഡിംഗ് സ്പീച്ചസ് ഞാൻ വളരെയധികം കേട്ടിട്ടുണ്ട്. എന്റെ ചെറിയൊരു ശബ്ദവും അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ എന്റെ കുട്ടിക്കാലത്ത് എന്റെ വീട്ടിൽ വന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അദ്ദേഹത്തിനെ കേൾപ്പിച്ചുവെന്നും അങ്ങനെ ചെറിയൊരു സമാധാനവും ചെറിയൊരു അഹങ്കാരവും ഇവന്റെ മനസ്സിലുണ്ട്.
പിന്നീട് ഞാൻ ശ്രീരാമകൃഷ്ണ ആശ്രമ ഗുരുകുലത്തിൽ ആണ് എന്നെ 3ാം ക്ലാസ്സിൽ കൊണ്ടുപോയി ബോർഡിങ്ങിൽ ചേർത്തത്. ബോർഡിങ്ങിൽ 10ാം ക്ലാസ് വരെ ഞാനവിടെ കഴിഞ്ഞുകൂടി. അതിനിടയ്ക്ക് എൻ്റെ അമ്മയോടൊപ്പം തന്നെ സ്വർഗീയ യതീശ്വരാനന്ദജി മഹാരാജിന്റെ കയ്യിൽ നിന്ന് എൻ്റെ അമ്മയുടെ മന്ത്രദീക്ഷാ ദിവസം തന്നെ അതിനുശേഷം അമ്മയോട് ചോദിച്ചു, ഹു ഹാസ് കം വിത്ത് യു മാധു എന്ന് ചോദിച്ചു. അമ്മയുടെ പേര് മാധവിക്കുട്ടി എന്നാണ്, മാധു എന്നെല്ലാവരും വിളിക്കാം. അപ്പോൾ മൈ സൺ ഹാസ് കം വിത്ത് മീ എന്ന് പറഞ്ഞു. കോൾ ഹിം എന്ന് പറഞ്ഞു. സ്വാമിജി പറഞ്ഞു, വാട്ട്സ് യുവർ നെയിം? ബാൽ ഗോപാൽ. ഓ, ഹി ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ ഗോപാൽ ക്ലാൻ. എൻ്റെ അമ്മാവിൻ്റെ പേര് ഗോപാൽ എന്നായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെല്ലാവരുടെയും ഒരു പരമ്പരാഗതമായിട്ട് പേരിൻ്റെ കൂടെ ഗോപാൽ എന്ന് ചേർക്കുന്ന ഒരു പതിവായി. അപ്പോൾ കം ഗോപാൽ, ഐ വിൽ ഗിവ് യു സംതിങ് ടു ചെറിഷ്. അദ്ദേഹം ചെറിയൊരു പടം, ഠാക്കൂറിൻ്റെ ഒരു പടം, ഠാക്കൂർ കേശവ് ചന്ദ്ര സേനന്റെ വീട്ടിൽ പോയപ്പോഴുണ്ടായ സമാധിയാവസ്ഥയിൽ നിൽക്കുന്ന പടം എനിക്ക് തന്നു. ഒപ്പം ജപിക്കാൻ വേണ്ടി ഒരു മന്ത്രം എനിക്ക് അദ്ദേഹം ഉപദേശിച്ചു തന്നു. ആധ്യാത്മിക ബീജം ഉൾക്കൊള്ളുന്നതായിരുന്നു അത്. അതിന്റെ വിലയോ നിലയോ അന്നൊന്നും, വെറും 6ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, 6ലോ 7ലോ പഠിക്കുന്ന സമയത്ത് അതിന്റെ യാതൊരു ഐഡിയയും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ തന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ കളിക്കാനായിട്ട് പോയി. മറ്റുള്ള കുട്ടികളുടെ കൂടെ, ഫുട്ബോളാണെന്ന് തോന്നുന്നു, കളിക്കാനായിട്ട് പോയി. 10ാം ക്ലാസ് വരെ അവിടെ പഠിത്തം കഴിഞ്ഞു. പിന്നെ പ്രീ ഡിഗ്രിക്ക് ഈ 10ാം ക്ലാസ് വരെയുള്ള പഠിത്തം തികഞ്ഞും ആധ്യാത്മിക സാധനകളും, രാവിലെ 5 മണി മുതൽ പ്രാർത്ഥന. എനിക്കിന്ന് ധ്രുവസ്തുതി ചൊല്ലിയിട്ടാണ് എല്ലാവരും. ഭാഗവതത്തിലത്തെ ഫേമസ് ആയിട്ടുള്ള യോന്ത പ്രവിശ്യ മമ്മ വാചമിവാം പ്രസുപ്താം എന്ന് പറയുന്ന ശ്ലോകം ചൊല്ലിയിട്ടാണ് എല്ലാ കുട്ടികളും എണീക്കുക. അതിനുശേഷം പ്രാർത്ഥന, അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ്, സ്കൂള്, തിരിച്ചു വന്നാൽ വീണ്ടും പ്രാർത്ഥന, ഭജന, ഉറക്കം, ഇങ്ങനെയുള്ളൊരു ദിനചര്യ കൂടെയാണ് ഞാൻ 10ാം ക്ലാസ് വരെ കടന്നുപോയത്. അതിനുശേഷം വെറും കോവിഡ് സ്കൂൾ അല്ലായിരുന്നു അത്. ആൺകുട്ടികൾ മാത്രം പഠിക്കാൻ അനുവാദമുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അവിടെ സ്ത്രീ ശബ്ദത്തിന് ഒട്ടും പ്രാധാന്യമുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, നവരാത്രി കാലങ്ങളിൽ ദേവിമഹാത്മ്യം ജപിക്കുന്ന സമയത്ത്, ഞാൻ വളരെ ഫ്രാങ്കായിട്ട് പറയാണ്, ദേവിമഹാത്മ്യം ജപിക്കുന്ന സമയത്ത് പരാശക്തിയുടെ രൂപവർണ്ണനകൾ പോലും ഒഴിവാക്കിയിട്ടാണ് ഞങ്ങളെ കൊണ്ട് ദേവിമഹാത്മ്യം ചെല്ലിയിരിപ്പിച്ചിരുന്നത്. അപ്പം അതൊന്ന് മനസ്സിലാക്കാം. ബ്രഹ്മചര്യമായിരുന്നായിരിക്കാം ആ സന്യാസിമാരുടെ ഒരു ലക്ഷ്യം. ആ ബ്രഹ്മചര്യം പരിപൂർണമായിട്ട് കുട്ടികൾ പാലിക്കണം പഠിത്ത സമയത്ത്, പഠനകാലത്ത് എന്നുള്ളതായിരിക്കാം അതിന്റെ ഉദ്ദേശം. എന്തോ എനിക്കറിയില്ല. പക്ഷെ അതിന്റെ ചെറിയതായിട്ടുള്ളൊരു വിപരീത ഫലം ഇവൻ അനുഭവിക്കേണ്ടി വന്നു കോളേജിൽ എത്തിയപ്പോൾ. കേരളവർമ്മ കോളേജ് ഇന്ന് പ്രസിദ്ധിയും കുപ്രസിദ്ധിയും ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നൊരു സ്ഥാപനമാണ് കേരളവർമ്മ കോളേജ്. ആ കേരളവർമ്മ കോളേജിലാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേരുന്നത്. പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പിൽ ചേർന്നു. അന്ന് അവിടെ വെച്ച് തന്നെ ആദ്യത്തെ 2-3 മാസങ്ങളിൽ കണ്ട ഒരു സ്ത്രീരൂപം, ആ സ്ത്രീരൂപമാണ് ഇന്ന് എൻ്റെ ഭാര്യയും ആയിട്ട് കഴിഞ്ഞുകൂടുന്നത്. അതിൽ നിന്ന് ഒരു ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ജീവിതം വഴിമാറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവളും എൻ്റെ ഒപ്പം പല പല സാധനങ്ങളിലും, അവളൊട്ടും ആധ്യാത്മിക ഒരു ക്ഷേത്ര സംസ്കാരമുള്ള കുടുംബത്തിൽ നിന്ന് വളർന്നിട്ടുള്ളതാണ്. 9 മക്കളുള്ള ഒരു അച്ഛൻ്റെ അമ്മയുടെ മകൾ, 5ാമത്തെ മകൾ. അങ്ങനെ വിമല എന്നാണ് പേര്. ആ കുട്ടിയുടെ വീട്ടിൽ ക്ഷേത്ര സംസ്കാരം വളരെ നന്നായിരുന്നു. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അമ്മയുടെയും അമ്മാവിന്റെയും സംരക്ഷണയിലാണ് വളർന്നത്. ആ സംസ്കാരമെല്ലാം ഉൾക്കൊണ്ട് തന്നെ അവൾ എൻ്റെ കൂടെ ഇന്നും കഴിഞ്ഞുകൂടുന്നു. ജീവിതം സുഖദുഃഖ സമ്പൂർണമാണെന്ന് ഇവന്റെ ജീവിതത്തിൽ പരിചയമുള്ള എല്ലാവർക്കും അറിയാം. സക്സസും ഫെയിലിയറും കൂടിയിട്ടുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു യാത്ര ഇതുവരെ. പക്ഷെ ഇതിനൊപ്പം എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത് ഈ 3ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കമ്പൽസറി ആയിട്ട് എന്നെക്കൊണ്ട് ചെല്ലിപ്പിച്ചിരുന്ന ശ്രീമദ് ഭഗവത്ഗീതയായിരുന്നു. ശ്രീമദ് ഭഗവത്ഗീത, ദൈവമഹാത്മ്യം, അതിലുള്ള ഓരോ വരികളും ഓരോ പ്രയോഗങ്ങളും ഇവന്റെ അതീവ സന്തോഷ സമയത്തും അതീവ ഡെസ്പറേറ്റ് ആയിട്ടുള്ള സമയങ്ങളിലും എന്നെ തലോടിയെത്താറുണ്ട് ഇന്നും അന്നും. അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എൻ്റെ എന്ന് ഞാൻ പറയുന്നത്. ശ്രീരാമകൃഷ്ണ ആശ്രമങ്ങളിൽ എന്നും 6:45
മണി സമയത്ത് ചെല്ലുന്ന ആരതിയുണ്ട്. ശ്രീമദ് വിവേകാനന്ദ സ്വാമികൾ എഴുതിയിട്ടുള്ള ആരതി സ്തോത്രം. അതിൽ പറയുന്ന ഒരു വരിയുണ്ട്, സംപദ തവ ശ്രീപദ ഭവഘോഷ്പദവാരിയഥായ്. ഇതിന്റെ അർത്ഥം എത്ര ലൗകിക സമ്പത്തും ഈശ്വരന് മുമ്പിൽ അതിന് കൽപ്പിച്ചിട്ടുള്ള വില ഒരു പശുവിന്റെ കാളയുടെ കുളമ്പടിക്കുള്ളിൽ വരുന്ന വെള്ളത്തിന്റെ മാത്രമേ ഉള്ളൂ. ഗോഷ്പദവാരി, പശുവിന്റെ ഹൂഫ് അഥവാ കുളമ്പടിക്കുള്ളിൽ മഴക്കാലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന്റെ വില മാത്രമേ ഏത് ലൗകിക സമ്പത്തിനുള്ളൂ എന്നത് എപ്പോഴും ഞാൻ വിചാരിക്കും, കയ്യിൽ കാശുള്ളപ്പോഴും കയ്യിൽ കാശില്ലാത്ത സമയത്തും. പക്ഷെ ദൈവം കൂടെ ഉണ്ടാവും എന്നാണ് എനിക്ക് എൻ്റെ പരിപൂർണമായിട്ടുള്ള അനുഭവവും വിശ്വാസവും. ജി, അങ്ങ് പറഞ്ഞതിൽ ഗീതാ പഠനം അങ്ങയുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും പ്രത്യേക ശ്ലോകങ്ങൾ അങ്ങയുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായി നിന്നിട്ടുണ്ടോ? ആ കാര്യങ്ങളൊന്ന് വ്യക്തമാക്കിയാൽ. വളരെ നല്ല പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഗീത, ഭഗവത്ഗീത ഒരു ജാതി, ഒരു മതം, ഏതൊരു മതത്തിനും അതീതമായിട്ടുള്ള ആധ്യാത്മികത ഊന്നി പറയുന്ന ഒരു ശാസ്ത്രഗ്രന്ഥമാണ്. യോഗശാസ്ത്രത്തിന്റെ ഭാഗമാണ്, ഉപനിഷത്തുകളിലത്തെ ഭാഗമാണ് എന്ന് എല്ലാ അധ്യായത്തിന്റെയും അവസാനത്തിൽ വരുന്ന പുഷ്പികയിൽ പറയുന്നതാണ് നമ്മളെല്ലാവരും. യോഗശാസ്ത്രേ ഉപനിഷത്സു അങ്ങനെയുള്ള വാക്യങ്ങൾ, മഹാവാക്യങ്ങൾ ഈ ഗ്രന്ഥത്തിന്റെ എല്ലാ അധ്യായത്തിന്റെയും അവസാനത്തിൽ ചേർത്തിട്ടുണ്ട്. അതൊരു ഓർമ്മിപ്പിക്കലാണ്, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മെ ഓർമ്മിപ്പിക്കലാണ്. അതിൽ എന്നെ ഭഗവത്ഗീതയിൽ ഏറ്റവും കൂടുതൽ സാധാരണയായിട്ടുള്ള സ്കൂളിൽ പഠിക്കുമ്പോഴും ചെല്ലിപ്പിക്കാറായതും, അപ്പോൾ ഫോർ എക്സാമ്പിൾ 15-ാം അധ്യായം പുരുഷോത്തമ യോഗമാണ്. നമുക്ക് ദിവസത്തിൽ 3 തവണ കമ്പൾസറി ആയിട്ട് ചെല്ലേണ്ടി വന്നിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന്, പ്രാതലിന് മുമ്പ്, ഉച്ചയൂണിന് മുമ്പ്, രാത്രി ഭക്ഷണത്തിന് മുമ്പ് 15-ാം അധ്യായം മുഴുവൻ ചെല്ലിയിരിക്കണം. അത് കാരണം ശ്രീരാമകൃഷ്ണ ഗുരുകുലത്തിൽ പഠിച്ചിട്ടുള്ള ഏത് കുട്ടിക്കും ലോകത്തിലെവിടെയായാലും ഈ ശ്ലോകങ്ങൾ ഏതെങ്കിലും ഒന്ന് അവൻ വെള്ളം കുടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ചോറ് കഴിക്കുന്നതിന് മുമ്പ് മനസ്സിൽ വരുമെന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിനുശേഷം സാധാരണ ജനങ്ങളെ ഏറ്റവും അധികം അട്രാക്ട് ചെയ്യുന്ന ഒരു അധ്യായമാണ് 2-ാം അധ്യായം സാഖ്യയോഗം. പിന്നെ 12-ാം അധ്യായം ഭക്തിയോഗം. പക്ഷേ പിന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു അപ്പോക്കാലിപ്റ്റിക് വിഷൻ എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന 11-ാം അധ്യായം വിശ്വരൂപ ദർശനയോഗം. ഇതൊക്കെയാണ് സാധാരണ ജനങ്ങളെ കോമൺ ആയിട്ട് ആധ്യാത്മികതയുടെ ലേശം പോലും ഇല്ലാത്ത, എന്നാൽ ഭക്തിയിൽ വിശ്വസിക്കുന്നതും ശ്രീകൃഷ്ണൻ പരമാത്മാവാണെന്ന് വിശ്വസിക്കുന്നവരും ഒക്കെ അട്രാക്റ്റഡ് ആവുന്ന ഒരു അധ്യായങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പക്ഷേ എന്നെ കൂടുതൽ ഇപ്പോൾ ഈയിടെയായിട്ട് ആകർഷിച്ചു വരുന്നത് 9-ാം അധ്യായമാണ്. 18 അധ്യായങ്ങളുടെ നടുക്കിൽ ഉള്ള ഒരു 9-ാം അധ്യായം. അതുകൊണ്ട് ഭഗവത്ഗീത ആരെഴുതിയാലും ശരി ഭഗവാന്റെ വാക്ക് തിരുമുഖത്തുനിന്ന് വന്നതാണെന്ന് നമ്മുടെയൊക്കെ എല്ലാവരുടെയും വിശ്വാസം. അപ്പോൾ അദ്ദേഹത്തിന്റെ അത് ക്രോഡീകരിച്ചത് വ്യാസനായിരിക്കാം. പല വ്യാസന്മാരുടെ പേര് പറയുന്നുണ്ട്. ഒരു വ്യാസനല്ല ഇത് എഴുതിയത്, പല വ്യാസന്മാർ കൂടിയിട്ടാണെന്ന്. എന്നാലും ഭഗവത് സ്പർശം അതിലുണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ എന്താണ് ഭക്തി. ഭഗവാൻ പല ദിക്കിലും ഒരു ഗ്യാരണ്ടി ആയിട്ട് പറയുന്നുണ്ട്. നമേ ഭക്ത പ്രണശ്യതി യോഗക്ഷേമം വഹാമ്യഹം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു ശാസ്ത്ര വിദ്യാർത്ഥി, ടെക്നിക്കൽ മൈൻഡഡ് ആയിട്ടുള്ളൊരു ആള്, ഭക്തൻ, ഇവരൊക്കെ എങ്ങനെ ഇത് കണക്കിലെടുക്കാം, എങ്ങനെ ഇത് ഉൾക്കൊള്ളാൻ പറ്റും എന്നതിനെ പറ്റിയിട്ട് എന്റെ ദൃഷ്ടിയിൽ ഭഗവാൻ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയഃ യേ ഭജന്തി തുമാം ഭക്ത്യാ മയി തേഷു ചാപ്യഹം. 29-ാമത്തെ ശ്ലോകമാണെന്ന് തോന്നുന്നു 9-ാം അധ്യായത്തിൽ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വളരെ വളരെ സമകാലീന പ്രസക്തിയും സനാതനമായിട്ടുള്ള പ്രസക്തിയും ഏത് ശാസ്ത്രയുക്തിക്കും വഴങ്ങുന്നതുമായിട്ടുള്ള
ഒരു സ്റ്റേറ്റ്മെന്റാണ് ഇത്. 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലും അമേരിക്കയിലും മറ്റും മാംസം തപ്പി നടന്നിരുന്ന മനുഷ്യൻ വർഗം ആ കാലത്ത് ഭാരതമെന്ന ലോകഹൃദയത്തിൽ അവതരിച്ച ഒരു മഹാപുരുഷന്റെ വാക്കുകളാണിവ. എക്കാലത്തും നിലനിൽക്കുന്ന ധർമ്മം ആണ് സനാതനധർമ്മം. അതിപുരാതനവും അതിനൂതനവുമായിട്ടുള്ള ഏത് ആശയത്തിനും ഏത് പ്രത്യയശാസ്ത്രത്തിനും വഴങ്ങുന്ന വരികളാണിത്. സമോഹം സർവഭൂതേഷു. സമോഹം, അഹം എന്ന് പറയുന്നത് ഭഗവാനെയാണ് പറയുന്നത്. എന്നാൽ ശരിക്കും ഈ അഹം കാലം ചെല്ലുന്തോറും ഇത് നമ്മളെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു വസ്തുവാണെന്ന് മനസ്സിലാവാൻ വിഷമമുണ്ടാവില്ല ഒരു സാധകന്. സമോഹം സർവഭൂതേഷു, ഞാൻ എല്ലാ ഭൂതങ്ങളിലും, ഭൂതം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയവ, ഭൂതൻ ജനിച്ചവൻ അല്ലെ ഉണ്ടാക്കിയത്, ക്രിയേറ്റഡ് ബീയിങ്, അതെല്ലാം അവരോടെല്ലാവരോടും ഞാൻ സമമാണ്, സമനാണ്. അതിനർത്ഥം എന്താണ് ഈ സമനായിട്ട് പ്രവർത്തിക്കുന്നത്? നമുക്ക് പലതരത്തിൽ വ്യാഖ്യാനിക്കാം. ഭക്തിപരമായിട്ട് വ്യാഖ്യാനിക്കാം, ജ്ഞാനപരമായിട്ട് വ്യാഖ്യാനിക്കാം, ഹെൽത്ത് പരമായിട്ട് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ പ്രാണൻ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ദ വെരി ബ്രെത്ത് we take inside and out, we take in and breathe out. സമം, മനസ്സിലായി? സമമായാലേ ജീവിതം നിലനിൽക്കൂ. അതിന് സമത്വമില്ലെങ്കിൽ ജീവിതം അവസാനിക്കും. പ്രാണനും അപാനനും തമ്മിൽ സമൂഹം, ആ സമത്വമില്ലെങ്കിൽ പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം, ദേഹത്തിന്റെ ദഹന പ്രക്രിയ അടക്കം നടക്കുന്നത് ഈ പ്രാണന്റെ സമത്വത്തിലാണ്. ഭഗവാൻ തന്നെ പറയുന്നുണ്ട് അന്യത്ര. അപ്പോ ഈ സമൂഹം സർവഭൂതേഷുവിന്റെ അർത്ഥം ചെറുതോതെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമേ ദ്വേഷ്യോസ്തി ന പ്രിയ. ഗീതയുടെ കീ ശ്ലോകമായിട്ട് ഞാൻ കരുതുന്നതാണ്. സർവധർമാൻ പരിത്യജ്യ അയക്കാം പലവർക്കും, പക്ഷെ എന്റെ ദൃഷ്ടിയിൽ നമേ ദ്വേഷ്യോസ്തി ന പ്രിയ, എനിക്ക് ആരും പ്രിയനല്ല, എനിക്ക് ആരും ശത്രുവുമല്ല. എനിക്കെന്ന് പറഞ്ഞാൽ ഭഗവാനാണ് പറയുന്നത്. അതിൽ ഭഗവത്ഗീത മുഴുവൻ ഒരു ഡയലോഗാണല്ലോ, ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഡയലോഗ്. അപ്പോൾ ഗുരുസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ആണ് അഹം എന്ന് പറയുന്നത്. പക്ഷെ കാലം ചെല്ലുന്തോറും ഗീത നമുക്ക് ഇന്റേണലൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഈ അഹം എന്ന് പറയുന്നത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാവും. ഒരാളേ ഉള്ളൂ. നമേ ദ്വേഷ്യോസ്തി ന പ്രിയ ഏ ഭജന്തി തുമാം ഭക്ത്യ. ഇതിൽ വളരെയധികം ശാസ്ത്രങ്ങൾ അടങ്ങിയിട്ടില്ല ഈ മഹാവാക്യത്തിൽ. എന്നെ ആർ ഭക്തിയോടുകൂടി ഭജിക്കുന്നുവോ, അഥവാ മോഡേൺ ഭാഷയിൽ പറയുകയാണെങ്കിൽ സീരിയസ് ആയിട്ട് എടുക്കുന്നുവോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ സിൻസിയറായിട്ടും സീരിയസ് ആയിട്ടും എടുക്കുന്നവൻ, ഏ ഭജന്തി തുമാം ഭക്ത്യ മയി തേ, ഞാൻ അവരിലും, തേഷു ചാപ്യഹം, അവരെന്നിലും ഉണ്ടാവും. അതിൻ്റെ അർത്ഥം ഇതില്ലെങ്കിൽ ഭഗവാനുമില്ല, ഭക്തനുമില്ല, ഒരു കുന്തവുമില്ല എന്ന് പറയാം. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ ഞാൻ ഫിസിക്സിലേക്ക് പോട്ടെ ഒരു മിനിറ്റ്. ഫിസിക്സിൽ 2 തരം എനർജിയാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. ഈ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി കുറച്ചുകൂടി നമുക്ക് വിശദീകരിക്കാമെങ്കിൽ അതിൽ ഒരു ഈക്വൽ ഡിസ്റ്റൻസ്, നമ്മൾ ഒരേ ശക്തി അങ്ങോട്ട് കൊടുത്താൽ അതേ ശക്തി ഇങ്ങോട്ട് വരും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ന്യൂട്ടൺ പറയുന്നു. അത് നമ്മൾ ശാസ്ത്രം അംഗീകരിക്കുകയും ചെയ്തു. ഇതാണ് ഇവിടെ ഭഗവാൻ സമത്വം എന്ന് പറയുന്നത്. അങ്ങ് അവിടെ ഇരിക്കുന്നു, ഞാനിവിടെ ഇരിക്കുന്നു. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് എത്ര ശക്തി കൊടുക്കുന്നുവോ അത്രയും ശക്തി അവിടുന്ന് ഇങ്ങോട്ടും തരും. ഇതിൽ ചെറിയൊരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് എല്ലാ ഭക്തരുടെ ഇടയിലും. അത് സ്വയം ഒരു സെൽഫ് കൺസലേഷന്റെ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് മാറ്റാൻ പറ്റിയാൽ നല്ലത്. നമ്മൾ ഒരു അടി മുന്നോട്ട് വെച്ചാൽ ഭഗവാൻ അല്ലെങ്കിൽ സ്വർഗീയ പ്രപഞ്ചശക്തി 10 അടി നമ്മുടെ അടുത്തേക്ക് വരുന്ന സാധാരണ പറയും. പക്ഷെ അതെനിക്ക് വിശ്വാസമില്ല, അത് നടക്കുന്നുമില്ല എന്നാണ് എൻ്റെ ഇത്. ഈ ശ്ലോകത്തിന്റെ അർത്ഥം വെച്ച് നോക്കുമ്പോൾ സമത്വമില്ല. സമത്വമായി ഇല്ലാത്ത ഒരു പ്രക്രിയയും ശാസ്ത്രത്തിലുമില്ല, ആധ്യാത്മികതയിലുമില്ല, വേദാന്തത്തിലുമില്ല. അതായത് ഈ ഭഗവാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സയന്റിഫിക് ലോജിക്കും വേദാന്തിക് ലോജിക്കിനും
അനുസൃതമായിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഭജന്തി തുമാം ഭക്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഈക്വൽ ഫോഴ്സ് ആണ് അവിടെ പ്ലേ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അവിടുന്ന് എന്നോട് എനിക്ക് ഭക്തി വരണമെങ്കിൽ എനിക്ക് അവിടുന്ന് അങ്ങോട്ടും ഭക്തി വേണം. ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും അദ്ദേഹത്തിനെ മുൻനിർത്തി അദ്ദേഹത്തിനെ വിചാരിച്ചിട്ട് അതിൽ പിന്നെ വീണ്ടും പറയുന്നുണ്ട്, യജ്ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദയ തത് കുരുഷ മദർപ്പണം എന്ന് പറയുന്നുണ്ട്. നീ എന്ത് ചെയ്യുകയാണെങ്കിലും എന്റെ ഭക്തി, എന്റെ ഫേവർ, എന്റെ ബ്ലെസ്സിങ്സ് വേണമെങ്കിൽ നീ എനിക്ക് തരുന്ന അതേ ശക്തിയിൽ ഞാൻ അങ്ങോട്ടും അതേ ശക്തിയിൽ തന്നെ തരും. അപ്പോ അമ്മ പറയും സാധാരണ, ഞാൻ നഷ്ടക്കച്ചവടത്തിനില്ലാന്ന്. ഞാനൊരു മീൻകാരിയാണ്. മീൻകാരെങ്കിലും നഷ്ടം സഹിച്ച് വീട്ടിൽ പോകില്ലല്ലോ. അത് നഷ്ടക്കച്ചവടത്തിന് ഒരു ഭഗവാനും കാത്തു നിൽക്കില്ല. നഷ്ടമില്ല, ഇവിടെ ലാഭമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ മാതിരിയാണെങ്കിൽ ഞാൻ ഒരടി വെച്ചാൽ ഭഗവാൻ 10 അടി വയ്ക്കുമെങ്കിൽ ഞാൻ പിന്നെ എവിടേക്ക് പോകണം? അമ്പലത്തിൽ പോകണ്ട, എവിടെ ഇരുന്നാൽ മതി. ഞാൻ എന്ത് തണ്ടിതരം ചെയ്താലും ഭഗവാൻ നോക്കിക്കോളും എന്നുള്ള വിചാരം, ഒരു ദുർവിചാരം മനസ്സിൽ കൂടും. അത് അഹങ്കാരമാണ്. പക്ഷേ നമുക്ക് ഭഗവാനിൽ നിന്ന് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളതിന് എഫർട്ട് വേണം, ശ്രമം വേണം. ശ്രമമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇത് ശാസ്ത്രത്തിനും യുക്തമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. എല്ലാ വിധത്തിലുള്ള വേദാന്തത്തിലും യുക്തമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ജി, എനിക്ക് അങ്ങ് ഇപ്പോൾ ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞു. അപ്പം എനിക്ക് ഏറ്റവും അതിൽ ഇഷ്ടപ്പെട്ട അങ്ങ് പറഞ്ഞായിരുന്നു, വളരെ ഇപ്പം ഒരു വ്യക്തിത്വം അതിൽ നിൽക്കുന്നതല്ല, അനേകം ഗുരുക്കന്മാർ. കാരണം അതൊരു യാത്രയാണ്. നമ്മൾ എല്ലാത്തിൽ നിന്നും നമ്മൾ ഇംബൈബ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകണം. അപ്പം യഥാർത്ഥത്തിൽ ഒരു ആത്മീയ അന്വേഷി ശരിക്കും എപ്പോഴാണ് അവൻ ആ ഗുരുവിലേക്ക്, ആ ഗുരുതത്വത്തിലേക്ക് കണക്റ്റ് ആവാനായിട്ട് മെച്യൂർ ആവുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ക്വാളിറ്റീസ് that makes him eligible to be connected to that ultimate energy in the form of Guru? അതൊന്ന് അങ്ങേക്ക് വ്യക്തമാക്കാൻ പറ്റും. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ശരത്ജി ചോദിച്ചത്. ഞാൻ ചോദ്യകർത്താവ് അടുത്തിരിക്കുന്നു, ഉത്തരം തരുന്ന ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ. എന്നിൽ കൂടെ പ്രവഹിക്കുന്നത് സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു എളിയ ആത്മാവാണ് ഞാൻ. ഇതിൽ കർത്തൃത്വ ദുരഭിമാനമോ ഭോക്തൃത്വ ദുരഭിമാനമോ കടന്നുവന്നെങ്കിൽ ക്ഷമിക്കണം. ആ ചോദ്യത്തിന്റെ ഒരു 2-3 ഭാഗങ്ങളായിട്ട് നമുക്ക് വിശകലനം ചെയ്യാം. ഗുരുവും ശിഷ്യനുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് ശിഷ്യന്റെ അധികാരിത്വം, എലിജിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്താണ്. എന്നാൽ മാത്രമേ ഗുരുവിൽ നിന്ന് പ്രവഹിക്കുന്ന തത്വങ്ങൾ ശിഷ്യന്റെ മനസ്സിലും ചിത്തത്തിലും എത്തുള്ളൂ. മനസ്സും ചിത്തം രണ്ടാക്കി തിരിക്കാനില്ല. മനസ്സ് ജീവസൃഷ്ടിയും ചിത്തം ഈശ്വര സൃഷ്ടിയുമാണ്. ലോകത്തിൽ എല്ലാ സൃഷ്ടികളും എല്ലാ പ്രതിഭാസങ്ങളും രണ്ടായിട്ട് തരംതിരിക്കാം. ആദ്യം ഒന്ന് ജീവസൃഷ്ടി അല്ലെങ്കിൽ ഈശ്വര സൃഷ്ടി. മരങ്ങൾ, ജന്തുക്കൾ ഇതൊക്കെ ഈശ്വര സൃഷ്ടിയാണ്. പക്ഷെ വീടുകൾ, ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ ഇതെല്ലാം ജീവസൃഷ്ടിയാണ് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞാൽ യാത്ര കുറച്ച് സുഗമമായി തീരും. അങ്ങനെ ഉള്ള കാര്യങ്ങളിൽ പറയുന്ന സമയത്ത് ഗുരുവിനെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം സനാതനധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ. ഈ സനാതനധർമ്മത്തിൽ ജനിച്ച ഏതൊരു വ്യക്തിയും ഗുരു എന്ന് പറയുന്ന സങ്കല്പത്തിൽ എത്തുന്നത് തന്നെ ഇപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഭാഗ്യം മാതിരി ശാസ്ത്രങ്ങൾ വഴിയായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. ശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവന് ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ഉപനിഷത്തുക്കൾ എന്നാണ്. ഇതാണ് ശാസ്ത്രങ്ങൾ. ശങ്കരാചാര്യരുടെ ദൃഷ്ടിയിൽ ശാസ്ത്രങ്ങൾ ഇതാണ്. ഭഗവത്ഗീതയിൽ എല്ലാ അധ്യായത്തിന്റെയും പുഷ്പികയിൽ പറയുന്നതും ഇതന്നെ, യോഗശാസ്ത്രം, ഉപനിഷത്തുക്കളും. ഇതിൽ വിശ്വസിക്കണം ആദ്യം. എന്നാലേ ഒരുത്തൻ ഒരു ഗുരുവിനെ സ്വീകരിക്കാനായിട്ടുള്ള അധികാരിത്വം, എലിജിബിലിറ്റി ആവുന്നുള്ളൂ. അല്ലാതെ ഗുരുവിലെത്തുന്നതെല്ലാം ഒരു യൂഫോറിയ വഴിക്കയക്കാൻ സാധ്യതയുണ്ട്.
ജീവിതത്തിൽ അങ്ങേയറ്റത്തെ മനസ്സിൽ വിഷമം തട്ടുന്ന സന്ദർഭങ്ങളിൽ ഒരു ആള് ഓടിയെത്തുന്നു, ഒരാശ്രമത്തിലേക്കോ അമ്മയെപ്പോലുള്ളൊരു മഹാസന്നിധിയിലേക്കോ എത്തുന്നു, അല്ലെ ഗുരുപ്രസാദ്ജിയുടെ അടുത്തേക്ക് എത്തുന്നു, അല്ലെ കണ്ണൻ സ്വാമിയുടെ അടുത്തെത്തുന്നു, അല്ലെ ശ്രീയമ്മന്റെ അടുത്തെത്തുന്നു. അത് സത്യം തന്നെയാണ്. പക്ഷേ ശിഷ്യനാവാനുള്ള അധികാരിത്വം അവിടെ അപൂർണമാണെന്നാണ് എന്റെ വിശ്വാസം. ശിഷ്യൻ ഈ ഭഗവത്ഗീതയിൽ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ എഫർട്ട് എന്ത് ചെയ്യണം? അവനവന്റെ ശ്രമം ചെയ്തെങ്കിൽ മാത്രമേ ആശ്രമത്തിൽ നിന്ന് ഗുണം കിട്ടൂ. നമ്മൾ ഒരു ശ്രമവും ചെയ്യാതെ ആശ്രമത്തിൽ ചെന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഭക്ഷണം കഴിച്ച് മടങ്ങാമെന്നല്ലാതെ വേറെ യാതൊന്നും സിദ്ധിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് അധികാരിത്വം, എലിജിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനും ശ്രമം വേണം. നേരത്തെ പറഞ്ഞ ശാസ്ത്രങ്ങളിൽ സാധാരണ ഇപ്പോൾ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ പ്രസ്ഥാനത്തിൽ ഒരുവന് സീരിയസ് ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കണമെങ്കിൽ 12 വർഷം ഈ ശാസ്ത്രം അഭ്യസിക്കണം കമ്പൽസറി ആയിട്ട്. ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ഉപനിഷത്തുക്കൾ, ഇത് മൂന്നും വേണ്ട. ഏറ്റവും എളുപ്പത്തിൽ സിദ്ധിക്കാവുന്ന കാര്യമാണ് ഭഗവത്ഗീത പഠനം. ഭഗവത്ഗീത എങ്കിലും ഒരുവൻ ഗുരുലാഭത്തിന് ഇച്ഛിക്കുകയാണെങ്കിൽ ഭഗവത്ഗീത എങ്കിലും അവനവന്റെ ഹോംവർക്കായിട്ട് പഠിച്ച് നല്ലവണ്ണം പഠിച്ച് ഹൃദിസ്ഥമാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കോണ്ടെക്സ്ച്വലായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ കമ്പ്യൂട്ടറുകളിലും ഒരു ഹെൽപ്പ് കീ ഉണ്ട്. ആ ഹെൽപ്പ് കീ അമർത്തുകയാണെങ്കിൽ നമ്മൾ ഏത് ജോലിയാണോ ചെയ്യുന്നത് അതിന് സാന്ദർഭികമായിട്ടുള്ള സഹായം അവിടെ എത്തും വിരൽത്തുമ്പിൽ. അതുപോലെ ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയെ നിങ്ങളുടെ ഹെൽപ്പ് കീ ആയിട്ട് മാറ്റാമെങ്കിൽ അതാണ് ആദ്യം ഗുരുവിനെത്തുന്നതിന് മുമ്പുള്ള ഒരു പ്രീ ക്വാളിഫിക്കേഷൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെന്നാൽ ഭഗവത്ഗീത പോലുള്ള മേൽപ്പറഞ്ഞ ഗ്രന്ഥങ്ങളെല്ലാം ലിവിംഗ് ഗുരുക്കന്മാരാണ്. പുസ്തകരൂപത്തിലാണെങ്കിൽ പോലും അവർ ജീവസുറ്റ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത് ഗ്രന്ഥങ്ങളാണ്. എന്തെന്നാൽ അത് മന്ത്രദ്രഷ്ടാക്കളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, ഋഷിമാര് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം, ഗുരുവിനെ സ്വീകരിക്കുന്ന വിധം. ഗുരു എപ്പോഴും ഒരു ശ്രോത്രിയനായാൽ അത്യുത്തമം എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ തന്നെ പറയുന്നത്. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ, ശാസ്ത്രങ്ങളിൽ പറയുന്നതാണ് ഗുരുവാക്യം, അഥവാ ഗുരുവാക്യമാണ് ശാസ്ത്രമായി മാറുന്നത്. ഇത് രണ്ടും ചേർന്നതാണ് ഗുരുത്വത്തിലേക്കുള്ള വഴി തുറക്കുന്ന ഒരു പടി, ഒരു ഗേറ്റ് വേ ടു ഗുരു. എന്നാൽ ഇതാണ്. എന്നാൽ ഈ ശാസ്ത്രം കുറച്ചെങ്കിലും വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാനം എത്തുന്ന എന്ത് തത്വത്തിലേക്കാണ്? തത്വമസി എന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു വാക്യത്തിലേക്ക് എത്തുന്നത്. ആധ്യാത്മികം ഒരിക്കലും കോംപ്ലിക്കേറ്റഡ് അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പേടി തോന്നും, ഇയാൾ പറയുന്നത് ഈ 3 ഗ്രന്ഥങ്ങളും ഗ്രന്ഥശാഖകളും പഠിച്ചാലേ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുമോ എന്നാണോ? അല്ല. ഭഗവത്ഗീത മാത്രം, അത് ഭഗവത്ഗീതയുടെ അവസാനത്ത് ഫലശ്രുതിയിൽ പറയുന്നത് ഒരു വരിയെങ്കിലും നീ ചെല്ലാൻ പഠിക്ക്, ഹൃദയസ്ഥമാക്കാൻ നോക്കൂ, അല്ലെങ്കിൽ അതിന്റെ ആശയം ഗ്രഹിക്കാൻ പറ്റൂ. 18 അധ്യായം മുഴുവൻ വേണമെന്നില്ല. അതിൽ 9-ാം അധ്യായം പറയുന്നുണ്ട്, ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, അഭിജയത് സുദുരാചാരോ ഭജതേ മാം അനന്യഭാഗ് സാധുരേ വസമന്തവ്യ സമ്യക് വ്യവസിതോ ഹി സഹ എന്ന് പറയുന്നുണ്ട്. ഇന്നലെ വരെ നീ അങ്ങേയറ്റം ദുരാചാരിയായിട്ട് ജീവിച്ചവനായാലും ശരി, ഞാൻ പറയുന്ന വാക്കുകൾ എന്തെങ്കിലും ഒരു കാര്യം നീ സ്വീകരിക്കാൻ തയ്യാറായാൽ നീയും അധികാരിയാണ് സ്വർഗത്തിന്, നീയും മോക്ഷത്തിന് അധികാരിയാണ്. പറയുന്നുണ്ട്, ഏപ്പി അന്യദേവതാ ഭക്താഹ ഭജതേ മാം അനന്യഭാഗ്. അന്യദേവതാ സങ്കല്പങ്ങളിൽ ആരെ ഭജിച്ചാലും നീ അവരെ അങ്ങേറ്റം ഫോക്കസോടുകൂടി ഭജിക്കാമെങ്കിൽ, ഈ സമത്വത്തോടുകൂടി ഭജിക്കാമെങ്കിൽ, ഐസോട്ടോണിക് ശക്തി ഉപയോഗിച്ച് ഭജിക്കാമെങ്കിൽ അവനും ഫലം കിട്ടും. അപ്പോൾ ഗുരുസങ്കല്പത്തിൽ ഒരു ഗുരു ശിഷ്യത്വത്തിന് അധികാരി ആവണമെങ്കിൽ കുറച്ചെങ്കിലും ശാസ്ത്രബോധം വളർത്തിയെടുക്കാൻ അവനവൻ തന്നെ ശ്രമിക്കണം. ഇന്ന് ശാസ്ത്രങ്ങളായിട്ട് ഘോഷിക്കപ്പെടുന്ന ഭഗവത്ഗീത, ബൈബിൾ
ഇവയെല്ലാം പ്രചാരമായിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും കിട്ടും. ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം വിരൽത്തുമ്പിൽ. അത്ര എളുപ്പമാണ് ഇന്ന് ശാസ്ത്രങ്ങളിലേക്ക് ഉള്ള ആക്സസ്. മനസ്സിലായോ? അതുകൊണ്ട് അധികാരിത്വം അവനവനിലാണ്. ഒരു ഗുരുവും ഒരു ശക്തിപാതം വഴിക്കും തലയിൽ തൊട്ടോ നെറ്റിയിൽ തൊട്ടോ ശക്തി പ്രവഹിപ്പിക്കാൻ പറ്റില്ല. അവനവന്റെ ശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ അധികാരിയാവുള്ളൂ. ഓൺലി എലിജിബിൾ പീപ്പിൾ ആർ അലൗഡ്. മെനി ആർ കോൾഡ്, ഫ്യൂ ആർ ചോസൺ. യേശു ഭഗവാന്റെ ജീവിതത്തിൽ പറയുന്ന ഒരു കഥയാണ് സെന്റ് പോളിന്റെ ശിഷ്യത്വം. സെന്റ് പോൾ മഹാതെമ്മാടിയായിട്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. യേശുവിനെ അദ്ദേഹം ഒരു ദിക്കിൽ ചെല്ലുന്നത് അദ്ദേഹത്തിനെ കല്ലെറിയാൻ വേണ്ടി കല്ലുകൾ കരുതി വന്ന മനുഷ്യനായിരുന്നു പോൾ എന്ന മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തെ കണ്ട മാത്രയിൽ തന്നെ പരിവർത്തനം നടന്നു. അതിന്റെ അർത്ഥം എവിടെയെങ്കിലുമോ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തോ മുജ്ജന്മങ്ങളിലോ എവിടെയെങ്കിലും ഒരു ധർമ്മത്തിന്റെ വിത്ത് ആരോ പാകിയിരിക്കണം. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ആരെങ്കിലും പാകിയിരിക്കണം. സൗണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന പാഠത്തിലെ ഒരു ഗാനശകലം ഓർക്കണം. സോ സംവെയർ ഇൻ മൈ യൂത്ത് ഓർ ചൈൽഡ്ഹുഡ് ഐ മസ്റ്റ് ഹാവ് ഡൺ സംതിങ് ഗുഡ്. ജി, സാധന നമ്മൾ അനുഷ്ഠിക്കുന്ന സമയത്താണ് നമുക്ക് ഈ മനസ്സ് എന്നുള്ളൊരു സങ്കല്പവുമായിട്ട് നമുക്ക് ആദ്യം ഒരു പൊരുത്തം വരുന്നത്, അതല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മൾ എത്തേണ്ട ഒരു അവസ്ഥയാണ്. അതിന് പല ബോധം എന്ന് വിളിക്കുന്നു, അബ്സല്യൂട്ട് എന്ന് വിളിക്കുന്നു, എന്നല്ലെങ്കിൽ ഈശ്വരനാമം കൊടുത്ത് എന്ത് വേണമെങ്കിലും വിളിക്കുന്നു. അപ്പം ഈ ഒരു സാധകന്റെ ജീവിതത്തിൽ മനസ്സിനും ഈ പറയുന്ന ആബ്സല്യൂട്ട്, ആ പരമബോധവും തമ്മിലുള്ള എങ്ങനെയായിരിക്കണം ആ യാത്ര, അല്ലെങ്കിൽ ആ ബന്ധം ഒന്ന് വിവരിക്കാമോ? നല്ല വളരെയധികം പ്രസക്തമായിട്ടുള്ള ഒരു സംശയമാണ്. ചോദ്യം ഞാൻ പറയുന്നില്ല, സംശയമാണ്. ഏത് സാധകന്റെ മനസ്സിലും ഉദിക്കുന്ന ഒരു പ്രശ്നമാണിത്, ഒരു സംശയമാണിത്. ഞാൻ എന്ത് ചെയ്യണം അങ്ങയിലെത്താൻ? അങ്ങ് എന്ന് പറഞ്ഞാൽ പരമാത്മബോധം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പരമാത്മബോധം അനുഭവിച്ചറിയാനായിട്ട്, അല്ലെങ്കിൽ അപരോക്ഷമായിട്ട് ഒരു അനുഭൂതിയായിട്ട് അറിയണമെങ്കിൽ, അനുഭവിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരത്ജിയുടെ ചോദ്യത്തിൽ നിന്ന്. ശാസ്ത്രത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പറയട്ടെ, പുസ്തകത്തിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള വിദ്യ, വായിച്ചറിഞ്ഞ് എടുക്കുന്ന വിദ്യ, ഗുരുമന്ത്രത്തിൽ നിന്ന് പോലും പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടുള്ള സാധനകൾ, ഇതെല്ലാം നമ്മളൊരു 2 ഡയമെൻഷനലായിട്ട് കാണുകയാണെങ്കിൽ, ദ്വിമാന രീതിയിൽ കാണുകയാണെങ്കിൽ അതിന് വലിയ ഫലമൊന്നും കിട്ടുമെന്ന് വിശ്വസിക്കുന്നില്ല. നമുക്ക് 2 മാനങ്ങളാണ് സാധാരണ ഫിസിക്സിലും എല്ലാ ഒരു പ്രതിഭാസമുള്ളത്, 2 ഡയമെൻഷൻ. അതിനപ്പുറം കിടക്കണമെങ്കിൽ സ്വായത്തം, നിധിധ്യാസനം വേണം. ശ്രവണം, മനനം മാത്രം പോരാ. മനനം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടുള്ള എക്സർസൈസ്, മനസ്സുപയോഗിച്ചുകൊണ്ടുള്ള പ്രക്ഷാളനങ്ങളും ചിന്തകളും അതെല്ലാം. ഇതിന് അപ്പുറം കിടക്കണമെങ്കിൽ നമുക്ക് ധ്യാനം, സിമ്പിളായിട്ടുള്ള ധ്യാനം മുതലായിട്ടുള്ള പ്രക്രിയകളിൽ ചെന്ന് വസിക്കണം. അതിന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, പ്രശാന്താത്മാ വിഗതഭീഹി ബ്രഹ്മചാരി വ്രതേ സ്ഥിത എന്നാണ് പ്രസക്തമായിട്ട് ശ്ലോകം വരുന്നത്. ബ്രഹ്മചാരി വ്രതേ സ്ഥിത എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥനും ബ്രഹ്മചര്യം പ്രാക്ടീസ് ചെയ്യാം എന്ന് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അങ്ങെല്ലാം നമ്മളെല്ലാവരും ആധ്യാത്മിക ജീവിതം നയിക്കുന്ന എല്ലാവരും ഗൃഹസ്ഥന്മാരാണെങ്കിൽ പോലും ബ്രഹ്മചര്യം, ബ്രഹ്മനിഷ്ഠ പാലിക്കുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഒരു മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക, മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾ മൂവ്മെന്റ്. അത് പല ക്ഷേത്രങ്ങളിൽ പോയാലും ഒരു
പദപ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ കാണാം. ഓരോ അടി വെക്കുന്തോറും ഭഗവൻ നാമം ഉച്ചരിച്ചുകൊണ്ട് ചെയ്യുക. അതിന്റെ ഉദ്ദേശം ഈ മൈൻഡ്ഫുൾനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ ഇറച്ചിവെട്ടുകാരൻ പോലും മോക്ഷം കിട്ടി ചരിത്രമുണ്ട് നമ്മുടെ സനാതന മതത്തിൽ. അവൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്തായാലും ശരി യോഗ കർമ്മസു കൗശലം എന്ന് പറയും. അങ്ങേറ്റം പ്രസക്തിയുള്ള ഒരു പ്രയോഗമാണ് ഭഗവാൻ ചെയ്തിട്ടുള്ളത്. ഇന്ന് മാക്സിമം ഇന്ന് വർത്തമാനകാലത്ത് പറയുന്ന ഒരു കാര്യമാണ് ലിവറേജ് എന്ന് പറയുന്നത്. ഈ സുകൗശലം എങ്ങനെ നമുക്ക് ലിവറേജിൽ അപ്ലൈ ചെയ്യാം, പ്രായോഗികമാക്കാം എന്നതിന്റെ ഒരു നിർവചനമായിട്ട് ഞാൻ ഒരു ദിക്കിൽ വായിച്ചിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ സന്യാസി ഈ കർമ്മയോഗം എന്ന് പറഞ്ഞിട്ടുള്ള സംസ്കൃത ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള നിർവചനം ഇതാണ്. യോഗ കർമ്മ സുകൗശലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാൽ ലിവറേജിന്റെ ഡെഫിനിഷൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. അല്പകാലേ അധികോൽപാദന കൗശലം. അതാണ് ഇന്ന് ലോകത്തിൽ എല്ലാവർക്കും വേണ്ടതും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അല്പകാലം കൊണ്ട് അവന്റെ ശ്രമം അല്പം അപ്ലൈ ചെയ്തത് ഉൽപാദനശേഷി വർദ്ധിപ്പിക്കാൻ എങ്ങനെ പറ്റും, അതാണ് കൗശലം, കർമ്മ കൗശലം. അതായത് നമുക്ക് ഈ ശാസ്ത്രത്തിൽ നിന്ന് കിട്ടുന്ന അറിവുകൊണ്ട് ഏത് കാലത്തും, അതാണ് സനാതനം എന്ന് പറയുന്നത്, അതിനൂതനവും അറ്റ് ദ സെയിം ടൈം അതിപുരാതനവുമായിട്ടുള്ള ഒരു ശാസ്ത്രം. ഇത് ലോകത്തിൽ എവിടെ കിട്ടും? ശാസ്ത്രഗ്രന്ഥങ്ങളിൽ നിന്നും ഗുരുമുഖത്തു നിന്നും. ഇത് രണ്ടും കൂടിയാലേ അങ്ങ് പറഞ്ഞ മാതിരി ഈ ഒരു ദിനചര്യയായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. ശാസ്ത്രഗ്രന്ഥങ്ങളിൽ നിന്നുള്ള അറിവ് നമ്മൾ ഗീത തുറന്നു, ഗീത അടച്ചു, അവസാനിച്ചു 2 ഡയമെൻഷനിലായിട്ട്. അത് ഡയമെൻഷനിൽ നിന്ന് പുറത്തേക്ക് കിടക്കണമെങ്കിൽ യു ഹാവ് ടു റീഡ് ബിറ്റ്വീൻ ദി ലൈൻസ് ആൻഡ് യു ഹാവ് ടു ടേക്ക് ദി ഗീത ആസ് എ ലിവിംഗ് ഗൈഡ്. ആ ലിവിംഗ് ഗൈഡ് വന്നേക്കാവുന്ന ചോദ്യങ്ങൾ, പ്രശ്നങ്ങൾ, അതിന് ഉത്തരം കിട്ടണമെങ്കിൽ നിങ്ങളുടെ മനുഷ്യഗുരുവിന്റെ അടുത്തേക്ക് പോവാം. അവധൂജി അമ്മ അല്ലെങ്കിൽ ശ്രീയം പോലുള്ള കണ്ണൻചോ, ഞാൻ നേരത്തെ പറഞ്ഞ പേരുകൾ അപ്രസക്തമാണ് ഇവിടെ. അനുഭൂതി കിട്ടിയിട്ടുള്ള ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ തവണ ഒരു അമ്മ പറഞ്ഞിട്ടുള്ള ഒരു ലഘുവായിട്ടൊരു കാര്യം ഓർക്കാണ്. ഒരു കാലത്ത് അമ്മയോട് ചോദിച്ചു, അമ്മയ്ക്ക് ഇതെങ്ങനെയാണ് ഇതെല്ലാം പറയാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു. അമ്മ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മ പ്രസവിച്ചിട്ടില്ല, പക്ഷെ എങ്കിലും 10 പെറ്റ തള്ളയോട് പേറ്റുന്നവന്റെ ഗുണം എങ്ങനെ വിവരിക്കാൻ പറ്റും മോനെ എന്ന് ചോദിച്ചു. ഇതിലടങ്ങിയിരിക്കുന്നതെല്ലാം അനുഭൂതികളും എല്ലാം ഉപദേശങ്ങളെല്ലാം ഇങ്ങനെയാണ്. ഇതാണ് ആധ്യാത്മികത. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായോഗിക തലത്തിലുള്ള ആധ്യാത്മികത നിങ്ങൾക്ക് വേണോ? ഒരു കൈയിൽ ഭഗവത്ഗീത, മറ്റേ കൈയിൽ ഗുരു. ഇത് രണ്ടും നമുക്ക് സമമായിട്ട് കൊണ്ടു നടക്കാനും അവനവന്റെ ജീവിതത്തിൽ പകർത്താനും രണ്ടും ഉപദേശങ്ങൾ തരും. ഒന്നിൽ കൂടുതൽ ഫോക്കസ് ചെയ്താൽ അത് കുഴപ്പമാണ്. ഗീതാചാര്യൻ പറയും, ശങ്കരാചാര്യർ പറയും, ശബ്ദജാലം മഹാരണ്യം ചിത്തഭ്രമണ കാരണം. നിങ്ങൾ പുസ്തകങ്ങളിൽ കൂടുതൽ അടിമയായിട്ട് തീർന്നു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ചിത്തഭ്രമം ഉണ്ടാവാൻ വഴിയുണ്ട്. ഇത് ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മനുഷ്യഗുരുവിന്റെ സമ്പർക്കവും സാമീപ്യവും ഉണ്ടെങ്കിൽ മാത്രമേ ആ അങ്ങേറ്റത്തെ അവസ്ഥയായിട്ടുള്ള സായുജ്യം കിട്ടാനായിട്ട് പറ്റുള്ളൂ. പരമഹംസരുടെ ആത്മകഥ അല്ലെങ്കിൽ വചനാമൃതം മാസ്റ്റർ ജി എഴുതിയതാണ്. ഇത് ഈ ആധ്യാത്മിക പാതയിലേക്ക് പോകുന്ന മിക്കവരും വായിച്ചിട്ടുള്ള ഒരു അമൂല്യമായിട്ടുള്ള ഗ്രന്ഥവും നമുക്ക് വളരെയധികം നമ്മൾ വഴികാട്ടിയായിട്ടുണ്ട്. അത് അങ്ങേക്ക് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ടെന്നറിയാം. അപ്പൊ അതിലെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് ഞങ്ങളെ ഉദ്ബോധിപ്പിച്ചാൽ. അങ്ങ് ഠാക്കൂറിന്റെ വചനാമൃതത്തിനെ പറ്റി പരാമർശിച്ചു. ഇന്ന് ലോകത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരുമാതിരി എല്ലാ ആശ്രമങ്ങളിലും, ഇപ്പം അമ്മയുടെ ആശ്രമത്തിൽ എനിക്കറിയാം, അമ്മയുടെ ആശ്രമത്തിൽ ആദ്യം അമ്മ ഉപദേശിക്കുന്ന ശിഷ്യരായിട്ട് വരുന്ന ആൾക്കാരോട്, യുവാക്കന്മാരോട് ഉപദേശിക്കുന്നത്, മക്കളെ ആ വചനാമൃതം വായിക്കൂ, ഒരിക്കലല്ല പലതവണ വായിക്കൂ എന്നാണ്. ഗുരുപരമ്പരയിലും ശാസ്ത്രോക്തിയിലും വിശ്വസിക്കുന്ന ഒരു ഗുരുവിന്റെ വചനമാണിത്. അമ്മയായാലും ഠാക്കൂറാണെങ്കിലും
ഠാക്കൂർ ശാസ്ത്രോക്തിയിൽ, ശാസ്ത്ര പരമ്പരയിൽ ആധ്യാത്മിക സാധന പോലും വേണ്ടാതിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ഇതിന്റെ ആവശ്യമില്ല, ഒരു അവതാരമായിരുന്നു. എന്നാലും ഭൈരവി ബ്രാഹ്മണി, തോത്താപുരി എന്ന് പറയുന്ന അതിഗംഭീരമായിട്ടുള്ള ആധ്യാത്മിക സ്രോതസ്സുകളിൽ നിന്ന് ശക്തി ആർജിച്ചിട്ടുള്ള ഒരു ആത്മാവായിരുന്നു ഠാക്കൂർ. ഈ ഠാക്കൂറിന്റെ പറയുന്ന വചനങ്ങളെല്ലാം ലോകത്തിനെ അറിയിക്കണമെന്ന് ഒരാൾക്ക് തോന്നി. മഹേന്ദ്രനാഥ് ഗുപ്ത എന്ന് പറയുന്ന മാസ്റ്റർ മഹാശയൻ എഴുതി വച്ചിട്ടുള്ള ഡയറികളിൽ നിന്നാണ് അദ്ദേഹം നമുക്ക് ഈ ഇത് കിട്ടിയിട്ടുള്ളത്. ഒന്ന് ഓർക്കണം, അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് 1/7 മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. എന്താ കാരണം? അദ്ദേഹം ഒരു സ്കൂളിൽ പ്രധാനാധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന് ഞായറാഴ്ച മാത്രമേ ഒഴിവ് ദിവസമുള്ളൂ. ഈ ഞായറാഴ്ച വരുന്ന ദിവസങ്ങളിൽ മാത്രം അദ്ദേഹം എഴുതിയെടുക്കാൻ ശുഷ്കാന്തി കാണിച്ചിട്ടുള്ള മഹദ്വചനങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നീട് അദ്ദേഹത്തിന്റെ അന്തരംഗ ശിഷ്യന്മാരായിട്ടുള്ള 16 പിന്നീട് സന്യാസിമാരായിത്തീർന്ന യുവാക്കളിൽ നിന്നും കൂടി മാത്രം. അപ്പോൾ എത്ര കൊണ്ട് നമ്മൾ മിസ് ചെയ്തു എന്നുള്ളത് ഓർക്കണം. ഈ മഹത് വ്യക്തികൾ എഴുതിയിട്ടുള്ള അല്പം ചില വരികൾ മുഴുവനും, അന്നത്തെ കാലത്ത് ടേപ്പ് റെക്കോർഡർ ഇല്ല, ഗ്രാമഫോൺ റെക്കോർഡിംഗ് ഇല്ല, ഇതൊന്നുമില്ല. അക്കാലത്ത് പോലും അവർ കാണിച്ചിട്ടുള്ള ആ ശക്തി, ആ ഐസോട്രോണിക്സ്, അപ്പോൾ അവരുടെ ആ പ്രയത്നത്തിന്റെ ഫലമാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള ഗുരുവചനങ്ങളെല്ലാം തന്നെ. ഇപ്പോൾ മാസ്റ്റർ മഹാശന്റെ ആദ്യ പ്രവേശനം തന്നെ നോക്കാം. അദ്ദേഹത്തിനോട് ആരോ പറഞ്ഞു, അദ്ദേഹം പല പല പ്രശ്നങ്ങളിൽ നിന്ന് ആത്മഹത്യക്ക് പ്ലാൻ ചെയ്തിരുന്ന മനുഷ്യനായിരുന്നു. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, ആ പ്ലാനൊക്കെ നിന്നോട്ടെ, പക്ഷെ എന്നാലും ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൽ പൂജാരിയായിട്ടുള്ള ഒരു ബ്രാഹ്മണനുണ്ട്. പലരും അദ്ദേഹത്തെ ഭ്രാന്തൻ എന്നാണ് വിളിക്കുന്നത്. അവിടെയും കൂടി ഒന്ന് പോവാ, എന്നിട്ട് താൻ എന്തെങ്കിലും ചെയ്തോളൂ. അപ്പോൾ ചെന്നു, ഒരു ദിവസം ചെന്നു, സുഹൃത്തിന്റെ കൂടെ ചെന്നു. അപ്പോൾ അവിടെ അമ്പലത്തിനോട് അനുബന്ധിച്ചുള്ള ഒരു മുറിയിൽ അദ്ദേഹം ഇരിക്കുന്നുണ്ട്. ഈ മഹത് വ്യക്തി എന്ന് പറയുന്ന ആള് അവിടെ ഇരിക്കുന്നുണ്ട്. ചുറ്റും കുറെ യുവാക്കൾ ഇരിക്കുന്നുണ്ട്. കോളേജ് പഠിക്കുന്ന പിള്ളേര്, കൽക്കട്ട ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലന്മാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹം ഒന്ന് എത്തിച്ചു നോക്കി പോവുകയും ചെയ്തു. അവിടുന്ന് ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം വന്നു. എന്താണെന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ വ്യഥകളിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നൊക്കെ ചെറിയൊരു വ്യത്യാസം കണ്ടു തുടങ്ങി. അതിന്റെ അർത്ഥം ഗുരുവാവാൻ പോകുന്ന വ്യക്തിയുടെ പ്രഥമ ദൃഷ്ടിയിൽ പോലും ഗുരുവിന് ആ ഒരു വിത്ത് ഇദ്ദേഹത്തിന്റെ മനസ്സിലിടാനായിട്ട് പറ്റി എന്ന് വേണം വിശ്വസിക്കാൻ. എന്നിട്ട് അദ്ദേഹം വരികയാണ്, വീണ്ടും അതേ സ്ഥലത്തേക്ക് വരികയാണ്. അതേ യുവാക്കൾ അവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹം മുറുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുറുക്കൊരു ശീലമായിരുന്നു, ടൊബാക്കോ മുറുക്ക്. അത് മാത്രമേ എല്ലാ മനുഷ്യർക്കുള്ള മാതിരി ചില വൈകല്യങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുപോലെയാണ് അദ്ദേഹത്തിന്റെ അർബുദം വന്നതും ദേഹം വെടിയാനുള്ള കാരണം ഉണ്ടായത്. അപ്പോൾ തനി മനുഷ്യനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. താൻ ഈശ്വരനാണെന്നോ ആധ്യാത്മിക ഗുരുവാണെന്നോ ഒരിക്കലും വീമ്പിളക്കാത്ത ആളായിരുന്നു ഠാക്കൂർ. അപ്പോൾ ഠാക്കൂറിന്റെ സമക്ഷത്തിലേക്ക് ഈ ഹെഡ് മാസ്റ്റർ വരികയാണ് വീണ്ടും. അദ്ദേഹത്തെ മുറിയിലേക്ക് ഒരു കാലെടുത്ത് വെച്ചപ്പോഴത്തേക്കും ഠാക്കൂറും അവിടെ കൂടിയിരുന്ന ആൾക്കാരും പരിഹാസം എന്നാണ് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. ഒരാകെ പരിഭ്രമിച്ചു. ഇതെന്താണ്, ഞാൻ രണ്ടാമത്തെ തവണയാണ് ഇത് തമാശയാണോ എന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം ഇരുന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇദ്ദേഹം ചോദിച്ചു, അങ്ങ് എന്താണ് എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് ചിരിക്കാനായിട്ടുള്ള കാരണം ചോദിച്ചു. വീണ്ടും ചിരിച്ചു എല്ലാവരും കൂടിയിട്ട്. എന്താണെന്ന് ഠാക്കൂർ പറഞ്ഞു, നീ വരുന്നതിന് 5 മിനിറ്റ് മുമ്പ് ഞാൻ പറഞ്ഞേയുള്ളൂ, കണ്ടോളൂ, കുറച്ചു കഴിഞ്ഞാൽ വീണ്ടും മയിൽ ഇവിടെ എത്തും. മയിൽ അഥവാ പീകോക്ക്. ഈ പീകോക്കിന് ഒരു സ്വഭാവമുണ്ട്. പീകോക്കിനെ മെരുക്കിയെടുക്കാനുള്ളൊരു തന്ത്രം എന്ന് പറഞ്ഞാൽ, ആ മെരുക്കാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യൻ ഓപ്പിയം അഥവാ കറുപ്പ്
കരുതും കുറച്ച്. ആ കറുപ്പ് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു തവണ മയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം അതിനെ കൊണ്ട് ഭക്ഷണം തീറ്റിപ്പിക്കില്ല ഈ മരിക്കുന്നവൻ, അത് മാറ്റിവെക്കും. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ തന്നെ ആ കറുപ്പ് വയ്ക്കും. അതേ സമയത്ത് ഈ പക്ഷി അവിടെ എത്തും. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ, കറുപ്പ് തിന്നാൻ മയിലിവിടെ എത്തും എന്ന് പറഞ്ഞു. അതേമാതിരി തന്നെ അവിടെ എത്തി. അതായത് ആധ്യാത്മികതയുടെ, ഭക്തിയുടെ, നിഷ്കളങ്ക ഭക്തിയുടെ ചെറിയൊരു സ്ഫുരണം നമുക്ക് എന്തെങ്കിലും ഒരു വിധത്തിൽ മനസ്സിൽ പതിഞ്ഞാൽ നമ്മളവിടെ എത്തിയിരിക്കും. ഗുരുവായൂരം കൊള്ളാം, ക്ഷേത്രമായാലും കൊള്ളാം, എന്തായാലും കൊള്ളാം. ഇതിന്റെ ഒരു ആദ്യ റെക്കോർഡാണ് അദ്ദേഹത്തിന്റെ ഡയറിയിൽ, കുറിപ്പിൽ വന്നിട്ടുള്ളത്. പിന്നീട് വളരെയധികം കാൽക്കട്ടയിൽ നിന്ന് കുറച്ച് ദൂരമുള്ള സ്ഥലമാണ് ദക്ഷിണേശ്വരം. ഞാൻ പോയിട്ടില്ല അവിടേക്ക് ഇതുവരെയായിട്ടും, പോകാനായിട്ടുള്ള സംഗതി വന്നിട്ടില്ല. എന്നാലും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്, പചാമർത്തിൽ നിന്നുള്ള അറിവാണ്, സന്യാസിമാരിൽ നിന്നും ബ്രഹ്മചാരിമാരിൽ നിന്നുള്ള അറിവാണ്. ബേലൂർ മഠം ഇന്നും എൻ്റെ മനസ്സിലൊരു വിഗ്രഹമാണ്. അവിടെ ചെന്നു. ദക്ഷിണേശ്വരത്ത് പലരും കാൽക്കട്ടയിൽ നിന്ന്, ഹൈക്കോർട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ, ബ്രിട്ടീഷുകാർ വരെ ഇവിടെ എത്തിത്തുടങ്ങി അദ്ദേഹത്തിന്റെ പ്രചാരം സിദ്ധിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഒരു ദിവസം ഒരു വക്കീല്, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീല് പറഞ്ഞു, എല്ലാവരും പോയതിനു ശേഷം, എന്താ പറഞ്ഞാൽ അദ്ദേഹത്തിന് ചെറിയൊരു അഹങ്കാരമുണ്ട്, ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന വലിയൊരു കക്ഷി സമ്പത്തുള്ള വക്കീലാണെന്നുള്ളത്. അപ്പോൾ പറഞ്ഞു, സർ, അങ്ങ് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് ബോധം വന്നു തുടങ്ങി. ഓ, അങ്ങനെയാണോ? എന്താണത്? ഈ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ അതിൽ വളരെയധികം തത്വങ്ങളുണ്ട് അല്ലേ? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പോയി. പിന്നെ പിറ്റേ ദിവസം യുവാക്കളൊക്കെ വന്നു. അപ്പോൾ ഠാക്കൂർ പറഞ്ഞു, ഇന്നലെ ഇവിടെ വരാറുള്ള നിന്റെ സുഹൃത്തുണ്ടല്ലോ വക്കീല്, അയാൾ പറയാണ് ഞാൻ പറയുന്നതൊക്കെ സത്യമാണെന്ന്. എന്താണ് കാരണം എന്ന് യുവാക്കൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അവനോട് ഹൈക്കോടതിയിലൊരു ജഡ്ജി, ഒരു സായിപ്പ് പറഞ്ഞു, റീഡ് ഭഗവത്ഗീത എന്ന്. അപ്പൊ സായിപ്പ് പറഞ്ഞപ്പോഴാണ് അവന് കൂടുതൽ വിശ്വാസം വന്നത്. എന്നാലും വിശ്വാസം വന്നൂലോ, അതുതന്നെ ഭാഗ്യം. ഇത് വേറൊരു ദൃഷ്ടാന്തം വചനാമൃതത്തിലത്തെ സംഭവമാണ്. പിന്നെ വേറൊരു പെട്ടെന്ന് മനസ്സിൽ വളർന്നു വരുന്ന ഒരു സംഭവം ഇതാണ്. ഠാക്കൂറിന് മധുരപദാർത്ഥങ്ങൾ വളരെ പ്രിയമായിരുന്നു. പ്രത്യേകിച്ച് ലൂച്ചി എന്ന് പറയുന്ന, നമ്മൾ അരിപ്പായസം എന്ന് പറയുന്ന നിവേദ്യം പദാർത്ഥം പലരും അവിടെ നിവേദിക്കാൻ കൊണ്ടുവരും കാളിക്ക്. എന്ന് അദ്ദേഹം ഭക്ഷണം കഴിക്കും, എല്ലാവർക്കും കൊടുക്കും. ഇദ്ദേഹം കൂടുതൽ കഴിക്കുകയും ചെയ്യും. എന്താണ്, നല്ല മധുരമാണ് അതിന്, ഈ അരിപ്പായസത്തിന്, തരിപ്പായസം. അങ്ങനെ അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു പാത്രത്തിൽ കുറെ മിഠായി ഇരിക്കുന്നുണ്ടാവും. പല തരത്തിലുള്ള മിഠായികൾ ഭക്തരെ കൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം വന്നു, ഒരു അമ്മ ഒരു കുട്ടിയും കൊണ്ടുവന്നു. നിലവിളിച്ചു തുടങ്ങി. ഇവനും എന്ത് ചെയ്താ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല, ഭക്ഷണം ഇത്ര കഴിക്കരുത്, മധുരം ഇത്ര കഴിക്കരുത്, ഇതെല്ലാം ഠാക്കൂർ കേട്ടുകൊണ്ടിരുന്നു. അവസാനം പറഞ്ഞു, ഇന്ന് നല്ല ദിവസമല്ല നിനക്ക് ഉപദേശിക്കാൻ, നീ ഇന്ന ദിവസം അടുത്ത ചൊവ്വാഴ്ച വരൂ, അപ്പോൾ ഞാൻ ഫലം പറഞ്ഞുതരാം എന്ന് പറഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ആ അമ്മയും കുട്ടിയും പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് ശിഷ്യർ ചോദിച്ചു, യുവാക്കൾ ചോദിച്ചു, എന്താ ഠാക്കൂർ അവരെ ഒന്നും സമാധാനിപ്പിക്കാതെ വിട്ടത്? ഞാൻ തന്നെ മധുരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ആളെ ഇങ്ങനെ ഉപദേശിക്കും ഞാൻ മറ്റനോട് മധുരം കഴിക്കരുതെന്ന്. അപ്പം ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ, ഇത് നിർത്താൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കട്ടെ, എന്നിട്ട് ഞാൻ അവളെ വിളിച്ച് കാര്യം പറഞ്ഞു മനസ്സിലാക്കാം. ഇത് പ്രായോഗികതയാണ് ഇതിൽ കാണുന്നത്. മതം അഥവാ ആധ്യാത്മികത അങ്ങേയറ്റം പ്രായോഗികമല്ലെങ്കിൽ അത് വെറും പ്രഹസനമായി തീരും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ നടന്നത്. പിന്നെ വചനാമൃതത്തിൽ ഉടനീളം പ്രത്യക്ഷപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് GC എന്ന് വിവേകാനന്ദ സ്വാമി പറയുന്ന ഗിരീഷ് ചന്ദ്ര ഘോഷ്. ഗിരീഷ് ചന്ദ്ര ഘോഷിന്റെ പരിവർത്തനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും, ഏത് മദ്യലഹരിക്കോ ഏത് തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങൾക്കോ അടിമയായിട്ടുള്ള ഒരു മനുഷ്യനും ഗുരുസമ്പർക്കം കൊണ്ട്
ലാഭമുണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. അദ്ദേഹം ഭഗവാന്റെ ഉത്തമ ശിഷ്യനായിട്ട് രൂപാന്തരപ്പെട്ടു. വിവേകാനന്ദ സ്വാമിക്ക് പോലും മനസ്സിൽ അസൂയ വരത്തക്ക വിധത്തിലായി ഗുരുവും ഈ ഗിരീഷ് ഘോഷുമായിട്ടുള്ള ബന്ധം. അക്കാലത്ത് നാടകശാല, നാടകം റിഹേഴ്സൽ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ദുഷിച്ച സ്ത്രീകൾ വസിക്കുന്ന പെരുമാറുന്ന സ്ഥലമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അവിടേക്ക് പോലും ഗിരീഷ് ഘോഷിന്റെ ചെറിയൊരു സന്ദേശം ലഭിച്ചാൽ പോലും കുതിരവണ്ടി വിളിച്ച് ഠാക്കൂർ പോകുമായിരുന്നു കൽക്കട്ടയിലേക്ക്. നീ വിളിച്ചാൽ ഞാൻ എങ്ങനെ വരാതിരിക്കും എന്ന് ആയി. അദ്ദേഹം ശിഷ്യനാവുന്നതിന് മുമ്പ് മദ്യലഹരിയിലാണ് ഗുരുവിന്റെ മുമ്പിലെത്തുക. ദക്ഷിണേശ്വരത്ത് അങ്ങേയറ്റം കുട്ടിച്ച് ഉന്മത്തനായിട്ടാണ് എത്തുക. അദ്ദേഹം വരുന്ന സമയത്ത് മറ്റുള്ള ശിഷ്യന്മാരൊക്കെ മുറിവിട്ട് പോകുമായിരുന്നു, മൂക്ക് പൊത്തിയിട്ട്. ഠാക്കൂറിനെ പലതവണ അദ്ദേഹം പ്രഹരിച്ചിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട് മദ്യലഹരിയിൽ. പലർക്കും അറിയില്ല, അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിട്ടുണ്ട്. ഗിരീഷ് ഘോഷിന്റെ ആത്മകഥയിൽ എഴുതിയിട്ടുള്ള സംഭവങ്ങളിൽ ആണ് പെട്ടിട്ടുള്ളതാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ പരിവർത്തനത്തിന് കാരണമായിട്ടുള്ള ഒരു സംഭവം പറയാം. അങ്ങേറ്റം അടിമപ്പെട്ട് അവസ്ഥയിൽ, മാനസികാവസ്ഥയിൽ ഒരു ദിവസം ഗിരീഷ് ഘോഷ് അവിടെ എത്തി. എനിക്ക് എങ്ങനെങ്കിലും ഒരു മോചനം തരൂ ഠാക്കൂർ എന്ന് പറഞ്ഞു. കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നു. അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, തരാം. ഞാൻ പിന്നെ എന്തിനാ അവിടെ ഇരിക്കണത്? ഇവിടെ തരാം, പക്ഷെ ഒരു കണ്ടീഷൻ. നീ എനിക്ക് നിന്റെ മുക്തിയാർ എഴുതി തരുമോ എന്ന് ചോദിച്ചു. മുക്തിയാർ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് അറ്റോർണി. വക്കീല ആയിട്ടുള്ള അങ്ങനെയൊക്കെ അറിയാം എന്താണ് പവർ ഓഫ് അറ്റോർണിയുടെ പവർ എന്നുള്ളത്. ഒരു ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടിക്ക് പവർ ഓഫ് അറ്റോർണി കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിക്ക് ഒന്നുമില്ല, പിന്നെ അവൻ്റേതായിട്ടൊന്നുമില്ല. അതാണ് മുക്തിയാറിന്റെ പവർ, ശക്തി. ഗിരീഷ് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ, തന്നിരിക്കുന്നു അങ്ങയ്ക്ക് എന്ന് പറഞ്ഞു. നീ പൊക്കോ എന്ന് പറഞ്ഞു. ഠാക്കൂർ പറഞ്ഞു, നീ പൊക്കോ. പോയി. പിന്നെ വരുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എനിക്ക് വല്ല എന്തെങ്കിലും മുക്തിയാർ എനിക്ക് എന്തെങ്കിലും ഉണ്ടായോ ചോദിച്ചു. പറഞ്ഞു, എനിക്ക് പഴയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ മദ്യത്തിന്റെ ഗ്ലാസ് മദ്യക്കുപ്പിയിൽ നിന്ന് ഒഴിച്ച് കുടിക്കാൻ ശ്രമിച്ചു. അങ്ങ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. വേറെ പലതരത്തിലുള്ള ദുർമാർഗ വഴികളും പോവാൻ ശ്രമിക്കുന്നു. അങ്ങ് അവിടെ സ്ത്രീരൂപത്തിൽ വരുന്നു. എനിക്കൊന്നും പറ്റുന്നില്ല. അങ്ങയുടെ എന്താ കാരണം? അങ്ങക്ക് എന്റെ മനസ്സും എന്റെ ചിത്തവും എഴുതി തന്നു കഴിഞ്ഞു. ഇതാണ് വേറൊരു ഉദാഹരണം. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ വചനാമൃതത്തിനൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഗിരീഷ് ചന്ദ്ര ഘോഷിന്റെ the autobiography of a Bohemian, the biography of a Bohemian disciple of ശ്രീരാമകൃഷ്ണ വായിച്ചിരിക്കണം. എനിക്ക് ആ പുസ്തകം കിട്ടിയിട്ട് ഏതാണ്ട് ഒരൊറ്റ ഇരിപ്പിലാണ് ഏതാണ്ട് 200 പേജുകളുള്ള പുസ്തകം വായിച്ചു തീർത്തത്. ആ പുസ്തകത്തിന്റെ ഫ്രോണ്ടിസ്പീസിൽ കവർ പേജിൽ ഞാൻ എഴുതി, ചെറുതായിട്ട് എഴുതി, അൺപുട്ട് ഡൗണബിൾ എന്നെഴുതി. അതിനർത്ഥം പുസ്തകം കിട്ടിയാൽ നിലത്ത് വെക്കാൻ പറ്റില്ല, ഊണും ഉറക്കവും ഇല്ലാതായി. അത്ര ഒരു 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 ചാലകശക്തിയുള്ള ഒരു ശിഷ്യന്റെ വിവരണമാണ് അതിലുള്ളത്. ജി, നമ്മുടെ ആത്മീയ യാത്രയിൽ നമുക്കറിയാം, അങ്ങിപ്പോൾ പറഞ്ഞ കണക്ക് തന്നെ നമുക്ക് മനനം, ശ്രവണം ഇതെല്ലാമുണ്ട്. അപ്പം ഈ മനനവും ശ്രവണവും ഒക്കെ വരുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ വിവേകം ഉപയോഗിക്കും, തിരിച്ചറിഞ്ഞ് നമുക്ക് പ്രവർത്തിക്കാൻ. അപ്പം ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ എപ്പോഴും ഗുരുക്കന്മാർ നമ്മുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, നിന്നിലുള്ള ആ ഹൃദയചക്രം ഉണർന്നു പോകും. അപ്പം ഈ വിവേകവും
ആത്മീയ ഹൃദയവും ഇതൊന്ന് വ്യക്തമാക്കി തരാം. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ശരത്ജി ഇവിടെ ഉയർത്തിക്കാട്ടിയത്. ഇവന്റെ ചെറിയ എളിയ അറിവും അനുഭവവും വെച്ച് പറയുകയാണെങ്കിൽ പല വിധത്തിൽ ലൗകിക വ്യവഹാരങ്ങളിലും പെട്ട് ജീവിക്കുന്നവരാണ് നമ്മൾ. ജീവിതോപായമായിട്ടും പല ജോലികളിലും ഏർപ്പെടേണ്ട വരുന്ന അവസ്ഥയിൽ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും, ഒന്നില്ലെങ്കിൽ മറ്റു വിധത്തിൽ. സമയം കിട്ടുമ്പോൾ, സ്പെയറായിട്ടുള്ള സമയം കിട്ടുമ്പോൾ മാത്രമേ നമ്മൾ ആധ്യാത്മിക ആശ്രമങ്ങളിലും ഗുരുക്കന്മാരുടെ അടുത്തേക്കും പോകാൻ സമയം കിട്ടാറുള്ളൂ. ആ നിലയ്ക്ക് പറയുകയാണെങ്കിൽ വീണ്ടും ഞാൻ പറയട്ടെ, നമുക്ക് പുസ്തകരൂപത്തിലുള്ള ഗുരുക്കന്മാരെ ആശ്രയിക്കാൻ പറ്റും. എന്തെന്നാൽ ഗുരുക്കന്മാരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ ശാസ്ത്രങ്ങളും അവരുടെ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന കൃതികളാണല്ലോ പുസ്തകങ്ങൾ. ആ പുസ്തകങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ അല്പം കൂടി ശ്രദ്ധ ചെലുത്താമെങ്കിൽ ഈ വിവേകം എന്ന് പറയുന്ന ചെറിയൊരു വിത്ത് നമ്മളിൽ പതിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടും. വെറുതെ കണ്ണുമടച്ച് ചെവിയും അടച്ച് കൈകെട്ടിയിരിക്കുകയാണെങ്കിൽ ആത്മീയത നമ്മളിൽ എത്തിക്കൊള്ളണമെന്നില്ല, അങ്ങേറ്റത്തെ ഭാഗ്യവാനല്ലെങ്കിൽ. ഇപ്പോൾ സൂർദാസ് അന്ധനായിരുന്നു, എന്നാലും ശ്രീകൃഷ്ണ ദർശനം സദാസമയം സിദ്ധിച്ചിരുന്ന ആളായിരുന്നു ഭക്ത കവിയായിട്ടുള്ള സൂർദാസ്. നമ്മൾ സൂർദാസ് അല്ല, ഭക്തമീരയുമല്ല, ശബരിയുമല്ല, ഗുഹനുമല്ല. അങ്ങനത്തെ നിലയിൽ നിൽക്കുന്ന നമ്മളെല്ലാവരും എങ്ങനെ ഈ വിവേകം കിട്ടും എന്ന് സ്വാഭാവികമാണ് ഈ ചോദ്യം, ഈ പ്രശ്നം മനസ്സിലുദിക്കാൻ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇവർ പോയ വഴി, മേൽപ്പറഞ്ഞ മഹത്തുക്കൾ പറഞ്ഞ വഴികളിൽ പോവാൻ ശ്രമിക്കാം നമുക്ക്. മനസ്സിലായോ? അപ്പം ഈ ശ്രമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പുസ്തകങ്ങളെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടൊരു പ്രത്യേക ഒരു ശ്ലോകമുണ്ട്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന എന്ന് പറയുന്നുണ്ട്. അതിൽ വളരെ പ്രസക്തമായിട്ടുള്ള ശ്ലോകമാണിത്. ഈ വിവേകം നമുക്ക് ഉള്ളിൽ വരണമെങ്കിൽ തത് വിദ്ധി, തത് എന്ന് പറഞ്ഞാൽ ആ അങ്ങേറ്റത്തെ തത്വം, തത്വമസി എന്ന തത്വം എന്ന് ഗ്രഹിച്ചാൽ കൊള്ളാം. പ്രണിപാതേന ഗുരുവുമായിട്ട് സമ്പർക്കം പുലർത്തുക, അല്ലെങ്കിൽ ഗുരുശാസ്ത്ര ഗ്രന്ഥങ്ങളായിട്ട് സമ്പർക്കം പുലർത്തുക. പരിപ്രശ്നേന സേവയ, പരിപ്രശ്നേന അത് ഗുരുവായിട്ട് മാത്രമേ പറ്റുള്ളൂ, ഒരു ഗ്രന്ഥമായിട്ട് പരിപ്രശ്നം ചെയ്യാൻ പറ്റില്ല. ഒരു മനുഷ്യഗുരുവായിട്ട് സമ്പർക്കം പുലർത്തുക. സേവയ, അദ്ദേഹത്തിന്റെ ആശ്രമത്തിലോ അദ്ദേഹത്തിന്റെ ആശയങ്ങളിലോ പ്രാവർത്തികമാക്കുന്ന പ്രസ്ഥാനങ്ങളിൽ സേവ ചെയ്യുക. പിന്നെ പറയുന്നതാണ് അങ്ങേറ്റത്തെ ഷോക്കിംഗ് ആയിട്ട് വരാൻ പോകുന്ന കാര്യം. ഇതെന്നോട് പറഞ്ഞത് ശ്രീയം പറഞ്ഞൊരു കഥയാണ്. കഥയല്ല, സംഭവമാണ്. നമുക്കെല്ലാവർക്കും പരിചിതമാണ് ഷിർദി സായിബാബ. ഷിർദി സായിബാബയുടെ ചാവടിയിൽ ഒരു സത്സംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സത്സംഗത്തിൽ ഒരു വിദ്വാൻ ഭഗവത്ഗീത ഇതേ ശ്ലോകം തന്നെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. സംസ്കൃതവും ഒന്നും അറിയാത്ത ഒരു മനുഷ്യൻ, പ്രാകൃത ഗുരുവായിരുന്നു ഷിർദി സായിബാബ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവധൂതൻ, ശരിക്കുള്ള അവധൂതൻ. അദ്ദേഹം ഒരു മൂലയിലിരുന്നിങ്ങനെ കേൾക്കാണിത്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈകൊണ്ട് എന്നെ കാണിച്ചു, നിൽക്ക് മോനെ, അവിടെ നിൽക്ക്. എന്നിട്ട് അവിടെ കൂടിയിരുന്ന ആൾക്കാരോട് ചോദിച്ചു, ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾക്ക് ചോദിച്ചു. പലരും തലയാട്ടി, പലരും ഒന്നും ചെയ്യാതിരുന്നു. അപ്പോ പറഞ്ഞു, നിന്റെ സംസ്കൃതത്തില് ഉപദേക്ഷന്തിതേ ജ്ഞാനം, സംസ്കൃതത്തിൽ ഒരു സിമ്പൽ ഉണ്ട്, ഒരു എഫ് എന്ന് കാണും നമ്മൾ. അതിന്റെ അർത്ഥം അവിടെ അകാരം പ്രയോഗിക്കണമെന്നാണ്. ദേഹോഹം ഭാവത്തിൽ എന്ന് പറയുന്നതിൽ ദേഹ അഹം ഭാവത്തിൽ എന്നുള്ളതിന്റെ ഇടയിൽ സൂചിപ്പിക്കാനായിട്ടൊരു സൂചിക ഉണ്ട് സംസ്കൃത ഭാഷയിൽ. അതുപോലെ ഒരു ഗുരുവിനും
ഏതു ഗുരുവിനും, മനുഷ്യഗുരുവായാലും ഈശ്വരഗുരുവായാൽ പോലും നിന്നിൽ നിന്ന് അന്യമായി കാണുന്ന ആൾക്ക് ജ്ഞാനം ഉപദേശിക്കാൻ പറ്റില്ല, അഥവാ വിവേകം ഉണർത്താൻ പറ്റില്ല. അതിനർത്ഥം ഉപദീക്ഷന്തിതേ അജ്ഞാനം എന്നറിഞ്ഞുകൊള്ളണം എന്ന് ശ്രുതി ഭഗവാൻ പറഞ്ഞു. അവിടെ വെച്ച് ശിഷ്യന്മാർക്കൊക്കെ അത്ഭുതമായി. ഇതൊരു പുതിയ അറിവാണല്ലോ. പരിപ്രശ്നം ചെയ്തു, സേവ ചെയ്തു, എന്നിട്ടും അജ്ഞാനമാണോ ഗുരു ഉപദേശിക്കുന്നത്? അല്ല, ഒട്ടുമല്ല. അവനവൻ തന്നെ മനനം ചെയ്യണം, നിധിധ്യാസനം ചെയ്ത് അവനവന് മാത്രമേ അവനവനെ ഉപദേശിക്കാൻ പറ്റൂ. അതായത് പുരുഷോത്തമ യോഗത്തിൽ പറഞ്ഞ ഉത്തമ പുരുഷത്വന്യ പരമാത്മേത്യുദാഹൃത എന്ന ആ ഭാവത്തിൽ മനസ്സിനെ ഉയർത്തണം. ചിത്തത്തിന്റെ ലെവലിലേക്ക് മനസ്സിനെ ഉയർത്തിയാൽ മാത്രമേ നീയും ഞാനും അന്യനല്ല എന്നുള്ള ബോധം ഉണ്ടാവുള്ളൂ. ആ ബോധം എന്ന് ഉദിക്കുന്നുവോ അന്ന് നിന്നിൽ വിവേകമുദിക്കും, വിജ്ഞാനം ഉദിക്കും, വിശേഷജ്ഞാനം ഉദിക്കും എന്ന് ഷിർദി സായിബാബ തന്റെ തനതായ ശൈലിയിൽ ഉപദേശിച്ചു കൊടുത്തു. അതിനർത്ഥം ഡു നോട്ട് ജഡ്ജ് എ ബുക്ക് ബൈ എ കവർ, ബൈ ഇറ്റ്സ് കവർ എന്നുള്ള ഒരു സംഭവം കൂടി ഇതിൽ ആവണം. അവധൂതന്മാർ അങ്ങേയറ്റത്തെ ജ്ഞാനമണ്ഡലത്തിൽ വിഹരിക്കുന്ന ജീവികളാണ്, ആധ്യാത്മിക ജീവികളാണ്. എവിടുന്നാണ് വിജ്ഞാനം വിവേകം വരാമെന്ന് പറയാൻ പറ്റില്ല. പരമ്പരാഗതമായിട്ട് വ്യാഖ്യാനം ചെയ്തു പോകുന്ന ശൈലിയിലല്ല തദ്വിധി പ്രണിപാതേന എന്നുള്ള ഈ വ്യാഖ്യാനം ഇവിടെ ഉണ്ടായത്. അതിനർത്ഥം വിവേകാനന്ദ സ്വാമികളും എപ്പോഴും പറയും ഒരു കാര്യം, നോബഡി ക്യാൻ ഹെൽപ്പ് യു എക്സെപ്റ്റ് യുവർ സെൽഫ്. ഇത് തന്നെയാണ് അവസാന നിമിഷം വരെ പിന്തുടർന്ന് ആനന്ദനോട് ഭഗവാൻ ബുദ്ധനും ഉപദേശിച്ചത്. മരിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് ആനന്ദൻ അടുത്തുപോയി ചെവിയിൽ ചോദിച്ചു, ഗുരുവോ അങ്ങ് ഇതുവരെ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ഉപദേശ രൂപത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു ഗൈഡ് ലൈൻ ഒന്നും തന്നിട്ടില്ല, ഒരു ഗൈഡൻസ് തന്നിട്ടില്ല, ഇപ്പോഴെങ്കിലും ഒന്ന് പറയാമോ? ചിരിച്ചുകൊണ്ട് ബുദ്ധൻ പറഞ്ഞു, നിനക്ക് മാത്രമേ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ, വേറെ ആർക്കും പറ്റില്ല. ഗുരു കണ്ണടച്ചു, തീർന്നു. ഇതിൽ നമുക്ക് എന്താണ് ഒരു ടേക്ക് അവേ അഥവാ പ്രസാദം അല്ലെങ്കിൽ അനുഭവം, പാഠം എന്ന് ചോദിച്ചാൽ ഇതെല്ലാം നിന്നിലാണ് ഇരിക്കുന്നത്. സകല വിജ്ഞാനവും സകല കോസ്മോസ് അടക്കം ബ്രഹ്മാണ്ഡത്തിന്റെ പിണ്ടാണ്ഡമാണ് നീ എന്നുള്ള ഒരു ബോധത്തിലെത്തിക്കാൻ ശാസ്ത്രഗ്രന്ഥങ്ങൾക്കും ഗുരുവിനും കഴിയും. അതിലപ്പുറം കിടക്കണമെങ്കിൽ one can take the horse to the water but cannot make it drink എന്ന് ഓർക്കണം. അവസാനത്തെ അനുഭവം, അനുഭൂതി നമുക്ക് അപരോക്ഷമായിട്ട് കിട്ടണമെങ്കിൽ അവനവൻ തന്നെ പരിശ്രമിക്കണം. ജി, നമ്മൾ ആത്മീയ പാതയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആണ് നമ്മൾ ആദ്യം അഹം എന്നൊരു വാക്ക്, ഐ എന്നൊരു വാക്കിനെ കുറിച്ച് തന്നെ നമ്മൾ ബോധവാൻ ആയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് ചിന്താ വിഷയമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഗുരുവിൽ നിന്ന് എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ഇതാണ്, അതായത് സദാസമയം അഹത്തിൽ മാത്രം അല്ലെങ്കിൽ അഹങ്കരിക്കുന്ന നമ്മൾ എങ്ങനെ ഈ അഹത്തെ കരിക്കാൻ അല്ലെങ്കിൽ അഹങ്കരിക്കുവാൻ നമുക്ക് സാധ്യമാകും? അതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാം. വളരെ വളരെ ഇമ്പോർട്ടന്റും കാലപ്രസക്തിയുമുള്ള ഒരു ചോദ്യമാണ്. എക്കാലത്തും സാധകർ ഗുരുക്കന്മാരോട് ചോദിച്ചിരുന്ന ചോദ്യവും കൂടിയാണ് ശരത്ജി ഉയർത്തിക്കാട്ടിയത്. അതിനും ഇവന്റെ ചെറിയ എളിയ അഭിപ്രായമെന്ന് പറയുന്നത് ശാസ്ത്രഗ്രന്ഥങ്ങളും ഗുരുക്കന്മാരുടെ ജീവചരിത്രവും ഗുരുക്കന്മാരുടെ ഉപദേശവും അതേപടി അനുകരിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അമ്മ സാധാരണ പറയും, മാവ് പൂക്കുന്ന സമയത്ത് മാവ് ഒരിക്കലും അഹങ്കരിക്കില്ല, എൻ്റെ കയ്യിൽ മധുരമുള്ള മാങ്ങകളുണ്ട്. അഹങ്കരിച്ചാൽ ഉണ്ടാവുന്ന ഫലം എന്താണ്? കല്ലേറ് മാത്രം. ഏറ്റവും കൂടുതൽ ഫലങ്ങളുള്ള മാവിലാണ് ഏറ്റവും കൂടുതൽ കല്ലുകൾ എറിയുക ആൾക്കാർ വന്നിട്ട്. എന്തിനു വേണ്ടിയിട്ട്?
ആ മാങ്ങ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം മാങ്ങിന് അഹങ്കരിച്ചാൽ എന്താണ് ഫലം ഉണ്ടാവുന്നത്? ദുഃഖം അല്ലേ? അതുപോലെ തന്നെ ഏതൊരു ജീവിക്കും ജീവസൃഷ്ടിയാണെന്ന് അഹങ്കരിക്കുക. അപ്പോഴാണല്ലോ ശരിക്കും മാനസിക തലത്തിൽ അഹങ്കാരം പ്രവർത്തിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അതെ അതെ. ഈശ്വര സൃഷ്ടിയും ജീവസൃഷ്ടിയും തമ്മിലുള്ള ഒരു കലഹം, ഒരു കോൺട്രവേഴ്സി, ഒരു കോൺട്രാസ്റ്റ് കാണുമ്പോഴാണ്. ഇപ്പോൾ ഈശ്വര സൃഷ്ടിയെ വെല്ലുവിളിക്കാൻ ജീവസൃഷ്ടികൾ പലതും നടത്തിയിട്ടുണ്ട്. അമ്പരചുംബികളായിട്ടുള്ള സൃഷ്ടികൾ, വാഹനങ്ങൾ, എല്ലാ കാര്യങ്ങളും. എന്നാൽ അവനെ പറയുന്നത് എന്താണ്? ഹീസ് ക്രിയേറ്റീവ് എന്നാണ്. എന്നാൽ ക്രിയേഷൻ നടത്തുന്നത് വേറെ ആരോ ആണ്. കൊയോർ ഹേ മേ നഹി എന്നുള്ളതാണ്. അപ്പോൾ അവന്റെ മനസ്സിൽ അഹങ്കാരം കയറിക്കൂടി, വെല്ലുവിളി നടന്നു. അപ്പോൾ അവനെന്തായി? അവൻ ജീവസൃഷ്ടിയിൽ, ഈശ്വര സൃഷ്ടിയിൽ നിന്ന് അകന്നകന്ന് പോയി. ലോകത്തിലുള്ള എല്ലാ കഷ്ടതകളും ജീവസൃഷ്ടിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. എത്ര ആനയിടഞ്ഞാലും, എത്ര പുലി നഗരത്തിലിറങ്ങിയാലും പുലിക്ക് കാണുന്നത് ഭക്ഷണം മാത്രമാണ് കാണുന്നത്. ആന കാണുന്നത് റേഷൻ കടയിൽ ഒരിത്തിരി അരി കിട്ടി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവൻ ഒരിക്കലും കോൺഷ്യസ് ആയിട്ട് അഹങ്കരിക്കുന്നില്ല. എന്താ കാരണം? അവർ രണ്ടുപേരും ഈശ്വര സൃഷ്ടികളാണ്. ജീവസൃഷ്ടിയും ഈശ്വര സൃഷ്ടിയുമായിട്ടുള്ള ക്ലാഷ് നടക്കുമ്പോഴാണ്, ആ ക്ലാഷ് ഉണ്ടാവാനുള്ള കാരണം തന്നെ ഈ അഹങ്കാരമാണ്, അല്ലേ? അപ്പൊ ഈ അഹംകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നടക്കേണ്ട ഒരു പ്രക്രിയയാണെന്നാണ് എളിയ എൻ്റെ വിശ്വാസം. ഠാക്കൂർ പറയും, നിനക്ക് ശരിക്കും ഭക്തി വരണമെങ്കിൽ കരിഞ്ഞ വിത്താവണം എന്ന് പറയും. വിത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ സൃഷ്ടി നടത്താനായിട്ടുള്ള ഒരു ധാതുവാണ് വിത്ത്, സീഡ് അഥവാ. പക്ഷേ ഈ സീഡ് കരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പൊള്ളയായിത്തീരും. അതായത് ആധ്യാത്മിക ഭക്തന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അകവും പുറവും ഇല്ലാത്തതായിത്തീരും, അഥവാ അകവും പുറവും ഒന്നായിത്തീരും. കരിഞ്ഞ വിത്ത്. അത് കരിഞ്ഞ വിത്തിനെ മനനം ചെയ്യാമെങ്കിൽ എനിക്ക് തോന്നുന്നു അഹങ്കരിക്കാനായിട്ടുള്ളൊരു ചെറിയൊരു ശ്രമം അവിടെ നടക്കുന്നു തോന്നുന്നു. എന്താ കാരണം? കരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ചൂടുണ്ട്, ഹീറ്റ് അപ്ലൈ ചെയ്യണം. ഏതൊരു പ്രതിഭാസത്തിലും, ഫിസിക്സ് ആയാലും ശരി, ആധ്യാത്മികത ആയാലും ശരി, ഹീറ്റ്, ആധ്യാത്മിക ഭാഷയിൽ പറയുന്നത് തപസ് എന്നാണ്. താപം പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണ് തപസ്. ആ തപസ് ഉണ്ടാവണം മനസ്സിൽ, താപമുണ്ടാവണം. താപത്തിന്റെ മറ്റൊരു വശമാണ് ഭക്തി. ഭക്തി ഉണ്ടായാൽ കിട്ടുന്നതാണ് മുക്തി. ഇപ്പോൾ യശശരീരനായിട്ടുള്ള മഹാഭക്ത കവിയും അമ്മയുടെ മടിയിൽ കിടന്ന് ജീവൻ വെടിയാൻ ഈ ഭാഗ്യം ഉണ്ടായിട്ടുള്ള ആളാണ് ഓട്ടൂർ, മഹാകവി ഓട്ടൂർ നമ്പൂതിരിപ്പാട്. ഓട്ടൂർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മുക്തൻ ഭക്തിക്ക് കുതിക്കും, ഭക്തൻ മുക്തിക്ക് കുതിക്കും. ഇതൊരു പ്രക്രിയയാണ്. ഈ ഭക്തി, പരിപൂർണ ഭക്തി, അതായത് പരിപൂർണ ശരണാഗതി, പരിപൂർണ തപസ് എന്ന് പറഞ്ഞാൽ കരിഞ്ഞ വിത്താവുക. കരിഞ്ഞ വിത്തായാൽ മാത്രമേ നിനക്ക് മുക്തി കിട്ടൂ. ആ മുക്തി കിട്ടിയവൻ അഹങ്കരിക്കും പെട്ടെന്ന്. ഞാൻ മുക്തനായി. ശാരദാദേവി പറയും, 2 കൊമ്പ് വരും ചിലപ്പോൾ അഹങ്കാരത്തിന്റെ. ആരോ ചോദിച്ചു, അമ്മയോട് ചോദിച്ചു, എന്താണ് മുക്തന്റെ ലക്ഷണം? അപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് കൂടി 2 കൊമ്പ് എന്ന് പറഞ്ഞു. ഈ കൊമ്പ് എന്തിന്റെ ലക്ഷണമാണ്? അഹങ്കാരത്തിന്റെ ലക്ഷണം. അപ്പോൾ മുക്തന് അതിന്റെ പ്രയോജനം ലഭിക്കാമെങ്കിൽ വീണ്ടും ഭക്തന്റെ ലോകത്തിലെത്തണം. ഭക്തന്റെ ലോകത്തിലെത്തിയാൽ യഥാർത്ഥ മുക്തിക്കുള്ള പദം താനേ തുറന്നു കിട്ടും. എനിക്ക് അഹങ്കരിക്കണമെന്ന് ഒരു ഫിസിക്കൽ എഫർട്ട് എടുത്താൽ ഒട്ടും നടക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് താന് വരണം. അത് ഭഗവത് കൃപയായിട്ട് വരണം, നമ്മിലേക്ക് ഒഴുകിയെത്തണം. എന്നാൽ മാത്രമേ ഈ കരിക്കൽ നടക്കൂ. ഈ മനസ്താപത്തിന്റെ ശക്തി കൂടുന്തോറും ഭഗവത് കൃപയാകുന്ന ആ തെളിനീർ നമ്മളിൽ ഒഴുകിയെത്തും. അത് കണ്ണുനീരായിട്ട് വരും.
പല പല രൂപത്തിലും പ്രകടമാവും. അവധൂതാവസ്ഥയിലെത്തും, ഉന്മാദാവസ്ഥയിലെത്തും. ആ എളിമ മാത്രമാണ്. എനിക്കിവിടെ ഒരു ശ്ലോകം ഓർമ്മ വരുന്നു. ഭക്തകവിയും പരമഭക്തനും ചക്രവർത്തിയുമായിരുന്ന തിരുവിതാംകൂറിന്റെ ചക്രവർത്തിയുമായിരുന്ന കുലശേഖര പെരുമാളിന്റെ വരികൾ ഓർമ്മ വരാണ്. മുകുന്ദമാല എന്ന് പറഞ്ഞ ചെറിയൊരു കൃതി, അരമണിക്കൂർ കൊണ്ട് വായിച്ചു തീരാം. എല്ലാ സാധകരും എന്നും വായിക്കേണ്ട ഒരു കൃതിയാണെന്ന് എന്റെ എളിയ അഭിപ്രായം. മജ്ജന്മന ഫലമിതം മധുകൈടഭാരേ, പത്മനാഭ ഭക്തനായിരുന്നു അദ്ദേഹം. മത് പ്രാർത്ഥനീയ മദനുഗ്രഹ ഏഷ ഏവ. ഇനി വരുന്ന വരികൾ പ്രത്യേകം ശ്രദ്ധിക്കാം, അഹങ്കരിക്കണമെന്നുള്ളവർ. ത്വൽ ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ ഇതി മാം സ്മര ലോകനാഥ. ഞാൻ എങ്ങനെയാണ് അങ്ങേ ഭജിക്കേണ്ടത് എന്ന് പറയണ. ഏത് ഭാവത്തിലാണ് ഞാൻ ഭജിക്കേണ്ടത്? ഏത് ഭാവത്തിലായാലാണ് എന്റെ അഹം കരിഞ്ഞു പോവുക? ത്വൽ ഭൃത്യ, അങ്ങയുടെ ഭൃത്യനായിട്ട് എന്നെ കാണണം. മാത്രം മതിയോ? അല്ല, ആ ഭൃത്യനായിട്ട് ഞാൻ താഴണം. ഭൃത്യന്റെ അറ്റൻഡന്റ്, പ്യൂണായിട്ട്, പരിചാരകനായിട്ട് എന്നെ കാണണം. അതുമാത്രം പോരാ, ആ പരിചാരകന്റെ ഭൃത്യൻ ആയിട്ടുള്ള താങ് നിലയിൽ ഞാൻ എന്നെത്തുമോ, എത്തിയവനാണോ അങ്ങ്, എന്നെ അങ്ങനെ കണ്ടാൽ മതി ദൈവമേ എന്നാണ്. ഇത്രയും പരിചാരക ഭാവത്തിൽ, ഭൃത്യഭാവത്തിൽ പരമാത്മാവിനെ കാണാൻ, ഭജിക്കാനും ഗുരുവിനെ കാണാനും ഭജിക്കാനും സേവ ചെയ്യാനും പറ്റുമോ, അന്ന് നമ്മുടെ ആകും താനെ കരിഞ്ഞു പൊക്കോളും. നമ്മൾ അഹങ്കരിക്കലിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, ഗുരുസങ്കല്പത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരു ആത്മീയ പാതയിലേക്ക് നമ്മൾ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ ഒരു സത്യമെന്ന് പറയുന്നത് നമ്മൾ കാല് വെച്ച് കഴിഞ്ഞാൽ ആ പാതയിലേക്ക് നമ്മുടെ ഒരു ഗുരു ഇറങ്ങിക്കഴിഞ്ഞാൽ അവനെ തേടി ആ സീക്കറെ തേടി ഗുരു എത്തുമെന്നാണ്. അത് തന്നെയാണ് സത്യവും അനുഭവവും പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥസത്യവും അത് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ആത്മീയ യാത്ര ചെയ്യുമ്പോൾ ആരാണോ ആ ഗുരുതത്വത്തിലെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകുന്നത്, അവനിൽ വൈരാഗ്യം ഇങ്ങനെ തിളങ്ങി അതനുസരിച്ച് ഈ കരിക്കലും നടന്നുകൊണ്ടിരിക്കും. ഈ യാത്രക്കിടയിൽ എവിടെയോ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടലുകൾ ഉണ്ടാകാം, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അപ്പോൾ അവനിൽ ആ ഗുരുസങ്കല്പം അല്ലെങ്കിൽ ഗുരുതത്വം ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് കൂടിയും ഇറങ്ങിയും ഇരിക്കാം. അപ്പം യഥാർത്ഥത്തിൽ നമ്മളിൽ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ വൈരാഗ്യത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ച് ഗുരുസങ്കല്പം ഏറിയും കുറഞ്ഞു വരുന്നാലും യഥാർത്ഥത്തിൽ ഗുരു നമ്മളിൽ നിന്ന് അകലുന്നുണ്ടോ? വളരെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ഒരു ഒരു ഖണ്ഡികയാണ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങിപ്പോൾ പറഞ്ഞത്. ഒരു സന്ദേഹം എന്ന് പറയാൻ പറ്റില്ല. ഏതൊരു ആധ്യാത്മിക സാധകനും മനസ്സിൽ തോന്നുന്നൊരു സംഭവമാണ് എനിക്കും തോന്നിയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഉത്തരമാണ് ഞാൻ ഏകഗുരു സിദ്ധാന്തം എന്ന് പറയുന്നത് പാശ്ചാത്യ സിദ്ധാന്തമാണ്, സനാതന സിദ്ധാന്തമല്ല. അത് ഏക മനുഷ്യഗുരു എന്നുള്ളത്. ഠാക്കൂറിനെ വീണ്ടും ഉദ്ധരിക്കട്ടെ, മനുഷ്യഗുരു എത്രയാണെങ്കിലും എത്ര പേരുണ്ടായാലും കുഴപ്പമില്ല. മഹാത്മാവായിട്ടുള്ള അവധൂതന് 24 ഗുരുക്കന്മാരുണ്ടായിരുന്നു. ആദ്യത്തെ അവധൂതനെന്ന് കണക്കാക്കുന്ന ദത്താത്രേയ മഹർഷിക്ക്. എന്നാൽ ഈശ്വരഗുരു ഒന്നേ ഉള്ളൂ, അതാണ് പരമാത്മാവ്. ആ പരമാത്മാവിന് നമ്മൾ രൂപം കൊടുക്കുന്നു. കൃഷ്ണനെന്നും ബുദ്ധനെന്നും വിഷ്ണുവെന്നും ശിവനെന്നും കാളിയെന്നും ജീസസ് യേശു ഭഗവാനെന്നും രൂപം കൊടുക്കുന്നു. ഈ ഒരു സിദ്ധാന്തം മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ രൂപങ്ങൾ മാറിയാലും തത്വം മാറില്ല. ഗുരു എന്ന് പറഞ്ഞാൽ
ഗുരുത്വം അഥവാ ഗുരു ഒരു തത്വമാണ്, മനുഷ്യരൂപമല്ല എന്നുള്ളത് യഥാർത്ഥ സാധകന് കാലക്രമേണ പല അനുഭവത്തിൽ നിന്നും പ്രതികൂലവും അനുകൂലവുമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാവും. സാധാരണ ഒരു സാധകൻ, താഴ്ന്ന നിലയിലുള്ള ഒരു സാധകൻ ഗുരുവിൽ നിന്ന് അനുകൂല അനുഭവം ഉണ്ടാവുമ്പോൾ അവന് അഹങ്കാരം ജനിക്കും. അതാണ് കണ്ടിട്ടുള്ളത്. പ്രതികൂല അനുഭവം ഉണ്ടാകുന്ന സമയത്ത് അവൻ ഗുരുവിനോട് നെറ്റി വിളിക്കും, എന്തിനിത് തന്നു എനിക്ക്, അങ്ങയുടെ ജോലി എന്നെ ഉപദേശിക്കലല്ലേ, നന്നാക്കലല്ലേ, എന്തിനീ അനുഭവം തന്നു എനിക്ക് എന്ന് ചോദിക്കും. അതിന്റെ അങ്ങേറ്റത്തെ ഗുരുഭക്തി പഠിക്കണമെങ്കിൽ നിങ്ങൾ മിലരേബയുടെ കഥ വായിച്ചു നോക്കുക. അദ്ദേഹത്തിന് എങ്ങനെയാണോ ഗുരുഭക്തി വർദ്ധിച്ചത്, ആദ്യം സംശയങ്ങളുണ്ടായി, എന്നാലും ഗുരു ഒരു ലെവലേശം ഡിസ്കൗണ്ട് കൊടുത്തില്ല അദ്ദേഹത്തിന്. ഗുരുഭക്തി എന്ന് പറയുന്ന ആ ഗിഫ്റ്റിന് നോ ഡിസ്കൗണ്ട്സ്. സിവിയർ ഡിസിപ്ലിൻ ഇസ് ദ വേ ടു ഗുരുഭക്തി, അല്ലെങ്കിൽ ആധ്യാത്മികം. എന്നോട് കണ്ണൻ സ്വാമി പറയേണ്ടായിട്ടുണ്ട്. എൻ്റെ ഭാര്യ ഒരു ദിവസം കണ്ണൻ സ്വാമിയോട് ചോദിച്ചു, എന്താ സ്വാമിജി, എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ ഭക്തിയും ഒക്കെ ഉണ്ടാവാൻ പറ്റുക? സ്വാമി എടുത്ത വാക്കിന് പറഞ്ഞു, ക്ലേശം സഹിക്കാൻ തയ്യാറാണോ മോളെ എന്ന് ചോദിച്ചു. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ആധ്യാത്മിക ജീവിതം ഒരു റോസാപ്പൂവിന്റെ കടക്കാണെന്ന് വിചാരിച്ചാൽ അതിന് തിരിഞ്ഞു നഷ്ടം ഉണ്ടാവുള്ളൂ. മുള്ളു നിറഞ്ഞ വഴിയാണ് ആധ്യാത്മിക ജീവിതം, ഭൗതിക ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ. അതാണ് അനുഭവം ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഒരു ഭക്തന് വേണ്ട എല്ലാ ഗുണങ്ങളും പറഞ്ഞ് ഹ്രീരചാപലം എന്ന് അവസാനിക്കുന്ന ആ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. മാധവം ഹ്രീരചാപലം ദയാഭൂതേഷു അലോലുത്വം, അങ്ങനെയുള്ള പല ഗുണങ്ങൾ 16 ഗുണങ്ങൾ ഭഗവാൻ ലിസ്റ്റ് ഐറ്റമൈസ്ഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇതിലും കൂടുതൽ കോൺക്രീറ്റ് ആയിട്ട് പറയാൻ വയ്യ ഈശ്വരന്. അതുപോലെ തന്നെ വേറൊരിടത്ത് ഭഗവാൻ പറയുന്നത്, വീതരാഗ ഭയക്രോധ സ്ഥിതധീഹി മുനിരുച്യത്തെ. ആരാണ് ഭക്തൻ എന്ന് പറയുന്നത്? ആരാണ് ആധ്യാത്മിക സിദ്ധൻ എന്ന് പറയുന്നത്? വീതരാഗ, രാഗങ്ങളെല്ലാം ഒഴിഞ്ഞുപോയവൻ, ഭയം, ക്രോധം എന്നിവ തീരെ ഇല്ലാത്തവൻ. ഇത് വിരലിലെണ്ണാൻ പോലും പറ്റില്ല ഇന്നത്തെ കാലത്ത്. നമ്മുടെ കാലത്ത് ഏത് രംഗത്താലും ശരി, ആത്മീയ രംഗത്തിൽ പോലും പലരും ഡിസ്റ്റൻസ് കൽപ്പിക്കുന്നവരായിട്ട് കാണുന്നു. നമുക്ക് സങ്കടകരമായിട്ട് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അപ്രാപ്യത കൽപ്പിക്കുന്നു. ഗുരു അപ്രാപ്യനാവരുത്. ഗുരു എപ്പോഴും, അഥവാ ഗുരുവിനെ തത്വമായിട്ട് സ്വീകരിക്കുന്നവൻ, ഗുരു എവിടെ ഇരുന്നാലും അവൻ പ്രാപ്യനാണ്. പ്രാപ്യനാണെങ്കിൽ പ്രാപ്തനാവാൻ എളുപ്പമാണ്. പ്രാപ്തഭാവമാണല്ലോ നമ്മളെല്ലാവരും ലക്ഷ്യം ഇടുന്നത്. എനിക്ക് പ്രാപ്തനാവണം. എന്ത് പ്രാപ്തനാവണം? മോക്ഷപ്രാപ്തി വേണം, ഭക്തിപ്രാപ്തി വേണം, എല്ലാവിധ ഐശ്വര്യങ്ങളുടെയും പ്രാപ്തി വേണം. ഇതെല്ലാം തരുന്നത് ഒരൊറ്റ ആളാണ്, ആ പരമാത്മാവ് മാത്രമാണ്. ആ മനസ്സിനുള്ളിൽ കുടികൊള്ളുന്ന പരമാത്മാവ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഭജനയുണ്ട്, ഗണപതി പ്രാർത്ഥന. പ്രഭോ ഗണപതേ എന്ന് പറയുന്നത്. തേടി തേടി എങ്കോ ഓടുകിன்றாർ ഉന്നൈ തേടിക്കണ്ടു കൊള്ളലാമേ. പിന്നെ പറയും, ഉള്ളൈ തേടിക്കണ്ടു കൊള്ളലാമേ. എവിടെയാണ് തേടേണ്ടത്? നിന്നെ തേടി പല ദിക്കിലും ഓടി നടക്കുന്നു. അമ്പലങ്ങളിലെ ബദരിനാഥ്, കേദാർനാഥ്, രാമേശ്വരം വരെ ഓടി നടക്കുന്നു. ബെത്ലഹേം അവിടേക്ക് ഓടി നടക്കുന്നു. പക്ഷേ ഭഗവാൻ ഒളിച്ചിരിക്കുന്നതിനുള്ളിൽ ഉള്ളൈ തേടിക്കൊണ്ടുകൊള്ളലാമേ. അപ്പോൾ അമ്മയുടെ പ്രസിദ്ധമായിട്ടുള്ള ആത്മജ്ഞാന തുളുമ്പുന്ന വരികൾ അമ്മ രചന ഓർക്കാണ്. നിന്നിൽ ലയിക്കു നീ മനുജ. അരറ്റ വരിയാണ്, വാക്കുകളാണ് അമ്മയുടെ ഏറ്റവും ആധ്യാത്മികതയും വൈരാഗ്യവും എല്ലാം വിളംബരം ചെയ്യുന്ന ഒരു വരികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നിന്നിൽ ലയിക്കുക നീ മനുജ. നിന്നിൽ ലയിക്കാനായിട്ട് എന്ത് പദാർത്ഥങ്ങൾ വേണമോ എല്ലാം നിന്നിലുണ്ട് എന്ന ഭാവം എന്ന് വരുന്നുവോ അവന് മനുഷ്യഗുരുവിന്റെ ആവശ്യമില്ല എന്നുവരെ തെളിയിച്ചിട്ടുള്ളൊരു വ്യക്തിത്വമാണ് അമ്മയുടെ ജീവിതം.
അമ്മ പറയും എനിക്ക് ഗുരുവില്ല, എനിക്ക് ശിഷ്യനുമില്ല എന്ന് പറയും. അതിന്റെ ആ ആത്മ കോൺഫിഡൻസ് വരുന്നത് ഇതിൽ നിന്നാണ്. അമ്മയുടെ ഉള്ളിൽ ലയിച്ചു കഴിഞ്ഞു. തനിക്ക് ആവശ്യമുള്ള എല്ലാ റിസോഴ്സസും ബോത്ത് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ അവനവന്റെ ഉള്ളിലുണ്ട്. അവനവന് സമ്പാദിക്കാനായിട്ടുള്ള എല്ലാ സ്വത്തുക്കളും അവനവന്റെ ഉള്ളിലുണ്ട് എന്ന ഭാവം വന്നു കഴിഞ്ഞാൽ തന്നെ മനുഷ്യൻ സ്വതന്ത്രനായി എന്നാണ് ആധ്യാത്മിക സാധകൻ ധരിക്കേണ്ടത് എന്നാണ് ഞാൻ ഗുരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഗുരു ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത് പറയുമ്പോൾ എനിക്കൊരു ഈയിടെ മാത്രം സന്ദർഭം കിട്ടിയൊരു പുസ്തകം ഓർമ്മ വരികയാണ്. മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ് എഴുതിയിട്ടുള്ളത് വിശ്വവിഖ്യാതനായിട്ടുള്ളൊരു മനോരോഗ ഡോക്ടർ ബ്രയൻ വൈസ് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അദ്ദേഹം ഒരു സാധാരണ ഡോക്ടറായിട്ട് ജീവിതം തുടങ്ങി. സാധാരണ സൈക്യാട്രിയിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ തീരുമാനിച്ചു. അതിനുശേഷം അദ്ദേഹം ജോലിയെടുക്കുന്ന ആശുപത്രിയിൽ ഒരു രോഗി, അവിടെ തന്നെ ജോലിയെടുക്കുന്ന ഒരു ലാബ് ടെക്നീഷ്യൻ ആയി കാത്തറിൻ എന്ന് പറയുന്ന ഒരു രോഗിയെ അദ്ദേഹത്തിന് മുമ്പിൽ വരികയാണ്. ആ രോഗിക്ക് ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടുകൾ, നല്ല ജോലിയുണ്ട്, ലാബ് ടെക്നീഷ്യനാണ്, എല്ലാ ജോലിപരമായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും ആ കുട്ടി അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും മനസ്സിലൊരു ശൂന്യത, മനോവിഷമങ്ങൾ, പല ഭയങ്ങൾ, അകാരണമായിട്ടുള്ള ഭയങ്ങൾ, അൺസബ്സ്റ്റാൻഷിയേറ്റഡ് വറീസ്, അൺസബ്സ്റ്റാൻഷിയേറ്റഡ് ഫിയേഴ്സ് അവരെ ശല്യപ്പെടുത്താൻ തുടങ്ങി. അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അപ്പോൾ ഇന്നത്തെ കാലത്ത് അധികം പേരും സങ്കടകരമെന്ന് പറയട്ടെ പ്രയോഗിക്കാത്തൊരു പ്രയോഗം അദ്ദേഹം അന്ന് അവരിൽ പ്രയോഗിക്കാൻ തീരുമാനിച്ചു. ഹിപ്നോസിസ് ഒരു സെമി സ്പിരിച്വൽ പ്രാക്ടീസാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പുസ്തകം വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ ഒരു തേർഡ് ഡയമെൻഷനിലേക്ക് മനസ്സുകൊണ്ട് എത്തിക്കണമെങ്കിൽ നിങ്ങൾ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ട്, നല്ലൊരു ഹിപ്നോട്ടിക് പ്രാക്ടീഷണറെ കണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ നടക്കുമെന്ന് എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ മനസ്സിലായി. മാത്രമല്ല മനുഷ്യനെ അദ്ദേഹം ഏതാണ്ട് ഒരു തേർഡ് ഡയമെൻഷനിൽ എത്തിക്കുന്ന അവസ്ഥയിലേക്ക് ഇദ്ദേഹം ആ ഹിപ്നോസിസ് കൊണ്ട് എത്തിച്ചു. എന്നിട്ട് ആ മനുഷ്യന്റെ അല്ലെ ആ പേഷ്യന്റിന്റെ ഭൂതകാലങ്ങളിലേക്ക് മനസ്സ് കൊണ്ടുപോയി എന്നുള്ളതാണ്. അത് മനസ്സാണോ ചിത്തമാണെന്ന് എനിക്കറിയില്ല. അത് വളരെയധികം പിന്നാക്കം കൊണ്ടുപോയി. പതുക്കെ പടിപടിയായിട്ട് അദ്ദേഹത്തിനെ, ആ കുട്ടിയെ മനസ്സ് പിന്നാക്കം കൊണ്ടുപോയി. ഗർഭാവസ്ഥയിലെത്തി, ഗർഭത്തിനപ്പുറത്തുള്ള അവസ്ഥയിലേക്കെത്തി, പിൻഭാഗത്തെത്തി, മുൻ ജന്മങ്ങളിലേക്ക് കൊണ്ടുപോയി. അപ്പോഴൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ആ കുട്ടിയുടെ ചില വചനങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ രണ്ട് തലത്തിൽ ആ കുട്ടി സംസാരിച്ചു. ഒന്ന്, ആ കുട്ടിയുടെ കാര്യങ്ങൾ, സ്വന്തം കാര്യങ്ങൾ അറ്റ് എ പേഴ്സണൽ സബ്ജക്റ്റീവ് ലെവൽ. രണ്ട്, ആ കുട്ടിയോട് ചില മാസ്റ്റേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്, ഗുരുക്കന്മാർ, ദിവ്യവാണികൾ പറയുന്നത് മാതിരി ആ കുട്ടി ശബ്ദം മാറ്റി സംസാരിച്ചു തുടങ്ങി. മറുഭാഷ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇന്നത്തെ ചെറിയ പദങ്ങൾ ഉപയോഗിച്ച്. പക്ഷെ എന്നാലും അതൊരു വാസ്തവമാണ്. ആ വാസ്തവത്തിൽ ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളും അദ്വൈത വേദാന്തത്തിൽ പറഞ്ഞ കാര്യങ്ങളും ഒരൊറ്റ കാര്യമാണ്. ഭാവഭേദമില്ലാതെ, അർത്ഥഭേദമില്ലാതെ, അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ആ വചനങ്ങൾ ഇന്ന് ആ ഡോക്ടറുടെ കയ്യിലെത്തി എന്നുള്ളതാണ്. അതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കൾട്ടിസിന് അടിമപ്പെടാതെ നോക്കണം നിങ്ങൾ. അതായത് ഒരു മാസ്റ്റർ മാത്രമല്ല, യു ഹാവ് ഓൾ ദ ടൈം, യു ആർ ഓൾറെഡി സറൗണ്ടഡ് ബൈ many masters who have graced your lives, not only this one but many lives preceding this one. ഈ ജന്മത്തിന് മുമ്പുള്ള പല ജന്മങ്ങളിലും നിന്നെ സഹായിച്ചിട്ടുള്ളതും നിനക്ക് സദാപി അനുഗ്രഹമേകിക്കൊണ്ടിരിക്കുന്ന പല അരൂപങ്ങളായിട്ടുള്ള ഗുരുക്കന്മാരും നിന്നൊപ്പമുണ്ട് എന്ന് സമാധാനിപ്പിക്കുകയാണ്. ആ ഹിപ്നോസിസ് കൂടെ ആണെങ്കിലും ആ പേഷ്യന്റിന്റെ, ആ രോഗിയുടെ ഉപബോധ മനസ്സിലേക്ക് ഈ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഡോക്ടർ അല്ലാതാവുകയാണ്, ഒരു ഗുരുവായിട്ട് മാറുകയാണ്.
നമ്മൾ സാധാരണ പറയും, നിങ്ങൾ 3-4 പേരോട് സത്യം തുറന്നു പറയണം. വക്കീല്, ബാങ്കർ, ഡോക്ടർ, ഗുരു. ഈ 4 പേരോടും സത്യം തുറന്നു പറഞ്ഞാൽ മാത്രമേ നിനക്ക് ഫലമുണ്ടാവൂ എന്ന്. അപ്പോൾ ഈ അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന കാര്യങ്ങളിലും സത്യാവസ്ഥ മനസ്സിലാക്കണം എന്ന് വിശ്വസിക്കണമെങ്കിൽ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളും സത്യമാണെന്ന് വിശ്വസിക്കണം. ഇനി അങ്ങ് ചോദിച്ച രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എത്താം. ഗുരുവിൽ നിന്ന് അകൽച്ച വരുമ്പോൾ എന്തുണ്ടാവുന്നു? ഗുരുവും ശിഷ്യനുമായിട്ടുള്ള ബന്ധം ആത്മീയ തലത്തിൽ ഏകത്വഭാവം സിദ്ധിപ്പിക്കാൻ സാധിച്ചാൽ അവൻ ഫിസിക്കലായിട്ടുള്ള എത്ര അകലമുണ്ടെങ്കിലും അവൻ ഗുരുസമക്ഷത്തിൽ തന്നെയാണുള്ളത്. സാമീപ്യം, സാരൂപ്യം, സായുജ്യം. ആ സായുജ്യം എല്ലാ കാലത്തും കരഗതമാണ് ശിഷ്യനും. ഗുരുവിനതറിയാം. എങ്ങനെ? നമ്മളെ ചുറ്റുമിരിക്കുന്ന ആ പ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്ന അരൂപ സാന്നിധ്യങ്ങൾ കൊണ്ട് എങ്ങനെ അരൂപികൾ അറിയുന്നുവോ അതുപോലെ ഗുരുവും ഇതറിയുന്നുണ്ട്. ഗുരുവിനതറിയാനായിട്ടുള്ള എക്സ്ട്രാ സെൻസറി സെൻസിറ്റിവിറ്റീസ് അദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കണം, എന്ന് വിശ്വസിക്കണം. അതിന്റെ ദൃഷ്ടാന്തങ്ങൾ പലതും ജീവിതത്തിൽ കാണാൻ പറ്റും. ആധ്യാത്മിക സാധകരും ഗുരുവും തമ്മിലുള്ള അടുപ്പത്തിന്റെ കഥകൾ കേൾക്കാനായിട്ട് പറ്റും, എപ്പോഴും കേൾക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, ഡോക്ടറുടെ അനുഭവത്തിൽ നിന്നല്ല, ഈ അൺസീൻ മാസ്റ്റേഴ്സ് തന്റെ രോഗികൾ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ള ചില മെസ്സേജസിൽ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളിലാക്കി പറഞ്ഞു. അദ്ദേഹത്തിനോട് ആരും ചോദിച്ചു, വാട്ട് ഈസ് ദി റെലവൻസ് ഓഫ് എ ഗുരു എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു ചെറിയ ലാഘവമായിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ ജി എന്ന് പറയില്ലേ, ജീസസ് എന്ന് പറയില്ലേ, ഓ ജീസസ് എന്ന് സാധാരണ പറയും, പെട്ടെന്ന് ഒരു എക്സ്ക്ലമേഷനായിട്ട് പറയാറുണ്ട്. അതേമാതിരി ജി യു ആർ യു എന്ന് മാത്രമാണ് ഗുരു പറഞ്ഞു തരുന്നത്. ഓ ഗോഡ് യു ആർ യു, നീ തന്നെ നീ, തത്വമസി, നിന്നിൽ ലയിക്കൂ നീ മനുജ. ഇതാണ് ഗുരു പറയുന്ന തുടക്കവും ഒടുക്കവും ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതാണ് അന്ത്യമായിട്ടുള്ള ഉപദേശം. ഇത് ഉൾക്കൊള്ളാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാനും ഗുരുവും തമ്മിൽ എവിടെ വ്യത്യാസം? ഗുരു തന്നെ ഞാൻ തന്നെ ഗുരു, ദൈവവും ഞാൻ തന്നെ. ശ്രീനാരായണ ഗുരുവിന്റെ ഫേമസ് ആയിട്ടുള്ള വരികൾ പറയുന്നുണ്ട്, നിന്നിൽ അസ്പന്ദമാവണം. അസ്പന്ദം എന്ന് പറഞ്ഞാൽ മരണമല്ല, സ്പന്ദമില്ലാത്ത ശാന്തത, ശാന്തമായ കടൽ, ശാന്തമായ സമുദ്രം. ആ അസ്പന്ദാവസ്ഥയാണ് പരമാവസ്ഥ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജി, നമ്മൾ ഒരു ജീവിതയാത്രയിൽ ഒരു ശരീരം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, വാനപ്രസ്ഥം, ഇങ്ങനെ നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓരോ തലങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് സ്നേഹം, പ്രണയം, ഇങ്ങനെ പല വികാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ ആധ്യാത്മിക പാതയിൽ വരുമ്പോൾ അവസാനം അതിൽ പറയുന്നത് പ്രണയം മാത്രമേ ഉള്ളൂ, നീ ആ പ്രണയമായി തീരണമെന്നാണ്. അപ്പം ഈ തത്വങ്ങൾ തമ്മിൽ, ആധ്യാത്മികതയിലെ പ്രണയവും ഭൗതികതയിലെ പ്രണയവും രണ്ടാണോ? എന്താണല്ലേ ഒരു വ്യക്തത? അങ്ങേയറ്റം പ്രസക്തിയുള്ളത് ലൗകിക ജീവിതത്തിലും ലൗകിക ജീവിതത്തിൽ നിന്ന് അപ്പുറം എന്തൊക്കെയോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആധ്യാത്മിക ജീവിതത്തിലും ഒരു സാധകന് എപ്പോഴും മനസ്സിൽ കടന്നു വരാവുന്ന സന്ദേഹങ്ങളാണ് അങ്ങിപ്പോൾ ചോദിച്ചത്. അതിന് ഗുരുജി തന്നെ എഴുതിയിട്ടുള്ള പുസ്തകം ആണ് ഉത്തമ ദൃഷ്ടാന്തം ആത്മഭാഷണം എന്ന് പറയുന്നത്. ഞാനും തമ്മിലുള്ള സംഭാഷണമാണെന്ന് എന്ന് മനുഷ്യന് തോന്നുന്നുവോ അന്നവൻ രക്ഷപ്പെട്ടു, അന്നവൻ കൃഷ്ണഭക്തനായി, അല്ലെ കൃഷ്ണഭക്തയായി. ആധ്യാത്മിക സാഹിത്യത്തിൽ ലോകത്തിൽ എവിടെയും കാണാത്ത ഒരു 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 പ്രതിഭാസമാണ് രാധാകൃഷ്ണ ഭക്തി അഥവാ രാധാഗോപി ഭക്തി. അതിൽ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ ഓർക്കാറുണ്ട്, ഞാൻ ഒരു പെണ്ണിനെ മാത്രം സ്നേഹിച്ചാൽ ശരിയാണോ, അതോ പല പെണ്ണുങ്ങളെ സ്നേഹിച്ചാൽ ശരിയാണോ എന്ന്
പലരും തോന്നും. പക്ഷെ അത് നമ്മൾ ഭാഗവതത്തിന്റെ ഭാഷയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കൃഷ്ണൻ ഒന്നേ ഉള്ളൂ, ഗോപികമാർ അനവധി. പക്ഷേ അവർക്ക് പല സന്ദർഭങ്ങളിലും ഭക്തിയുടെ അത്യുച്ചാവസ്ഥയിലെത്തി നിൽക്കുന്ന സമയത്ത്, ആ രാസഭക്തിയിൽ തോന്നുന്ന സമയത്ത്, രാസഭക്തി, ലാസ്യഭക്തി എന്നൊക്കെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സിൽ അത്യുച്ഛമായിട്ടുള്ള ഭക്തി മാത്രമേ ഉള്ളൂ. അകളങ്കിത ഭക്തി, നിഷ്കളങ്ക ഭക്തി, പ്യോറായിട്ടുള്ള പ്രിസ്റ്റീൻ ഭക്തി മാത്രമാണ് അവരുടെ മനസ്സിലുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ലൗകികമായിട്ടുള്ള പരിഭാഷകളല്ല അവിടെ എടുക്കേണ്ടത്. ആ ഭക്തിക്ക് അങ്ങേയറ്റം അഭൗമവും അലൗകികവുമായിട്ടുള്ള ഒരു ഭക്തി തലത്തിലേക്ക് അത് 2 ഡയമെൻഷണൽ അല്ല. ദേഹം, കാലം, ദേശം ഇതൊക്കെ അതിവർത്തിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ മനസ്സിനെയോ ഹൃദയത്തിനെയോ ചിത്തത്തിനെയോ പൊക്കിക്കൊണ്ടുവരാമെങ്കിൽ അവിടെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ ആ ലോകത്തിൽ. ഞാനും നീയുമില്ല, ആണും പെണ്ണുമില്ല, കൗമാര ബാലസഖ്യ ദിശകളില്ല. അതിനെല്ലാം നമ്മുടെ ചിത്തം മുക്തമായി കഴിഞ്ഞിരിക്കും. ഇന്ന് മോഡേൺ സയൻസ് പ്രകാരം പറയുന്നത്, ന്യൂറോ ഫിസിഷ്യൻസ് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങളുടെ മസ്തിഷ്കം എത്രത്തോളം പ്ലാസ്റ്റിക് ആവാമോ അത്രത്തോളം നിങ്ങളുടെ ആയുർദൈർഘ്യം കൂടും. ഈ ആയുർദൈർഘ്യത്തിന് പ്രണയം വളരെ ഒരു ചാലകശക്തിയാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല അതിനെ പറ്റിയിട്ട്. നിങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ പ്രക്രിയകളെയും ആശ്ലേഷിക്കുന്ന ഒരു ഭാവമാണ് പ്രണയം. ഈ പ്രണയത്തിൽ ആധ്യാത്മികം അഥവാ ഈശ്വരഭക്തി, ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിക്കാമെങ്കിൽ നിങ്ങളുടെ ഭക്തി ഒരു 3rd ഡയമെൻഷനിലേക്ക് കടക്കും, ഒരു 3ാം പ്രതലത്തിലേക്ക് കടക്കും. നിങ്ങളുടെ ശരീരങ്ങൾ പലതും ശുദ്ധമായിത്തീരും, പല വൈകല്യങ്ങളും താനെ അകലും. അതിന് പ്രത്യക്ഷമായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ത്വക്ക് കൂടുതൽ ഗ്ലോ ചെയ്തു തുടങ്ങും. നിങ്ങളുടെ സ്കിൻ വിൽ ബിഗിൻ ടു ഗ്ലോ ലൈക്ക് എനിത്തിങ്. നിങ്ങളുടെ അന്തർചക്രങ്ങൾ പലതും ഉണർത്തപ്പെടും. ഏതുമൂലം? ഈശ്വര പ്രണയം മൂലം. പ്രണയം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കട്ടെ. ഈശ്വര പ്രണയത്താൽ ഇതെല്ലാം പതുക്കെ പതുക്കെ ഉണർത്തിപ്പെടും. പക്ഷെ ഈ ഉദ്ദീപനത്തിന്റെ സമയത്ത് പലപ്പോഴും അപകട സാധ്യതകളും ഒളിഞ്ഞിരിക്കും. എന്താ കാരണം? നമ്മൾ ജീവിക്കുന്നത് മനുഷ്യ സമൂഹത്തിലാണ്. പണ്ട് കാലത്ത് ത്രേതായുഗത്തിലൊന്നുമല്ല, ത്രേതായുഗത്തിലോ ദ്വാപരത്തിലൊന്നുമല്ല, കലിയുഗത്തിലാണ് ജീവിക്കുന്നത്. പലവിധത്തിലുള്ള സംസ്കാരങ്ങളും പലവിധത്തിലുള്ള സ്വഭാവങ്ങളും അടങ്ങുന്ന ആൾക്കാരിലാണ്. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ ശരീരം കൂടുതൽ ഉജ്ജ്വലിക്കുന്ന സമയത്ത് പല പല ശക്തികളും നിങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കും. അതിലകപ്പെട്ടു പോയാൽ നിങ്ങൾ ഇതിനെല്ലാം പതിക്കും. അമ്മ പറയും, ജീവിതം, ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് പാമ്പും കോണിയുള്ള കളിയെന്ന് പറയും, സ്നേക്സ് ആൻഡ് ലാഡേഴ്സ്. നിങ്ങൾ 99ാമത്തെ കോളത്തിലായിരിക്കും എത്തിണ്ടാവുക, പക്ഷെ അവിടെ പാമ്പ് നിൽക്കുന്നുണ്ടാവും. ആ പാമ്പിന്റെ അടിയിൽപ്പെട്ടാൽ നിങ്ങൾ വീണ്ടും 2ലേക്ക് എത്തും. ഇതാണ് അപകട സാധ്യത. അപ്പോൾ അങ്ങ് പറഞ്ഞ മാതിരി ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അസിധാരാവ്രതം തന്നെയാണ്. ഇറ്റ് ഈസ് ലൈക്ക് വാക്കിംഗ് ഓൺ ദ റേസേഴ്സ് എഡ്ജ്. അങ്ങേറ്റം വിജിലൻസും അലർട്ട്നെസ്സും വേണ്ട ഒരു ജീവിത രീതിയാണിത്. പക്ഷേ അതേസമയം നിങ്ങൾ ഈശ്വരന് കൂട്ടുപിടിക്കാമെങ്കിൽ, ഈശ്വരനെ കവിതാവാക്കി പിടിക്കാമെങ്കിൽ നിങ്ങളെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അമ്മ പറയുന്നൊരു കഥയുണ്ട്, നിങ്ങൾ തേനീച്ച സ്വന്തമാക്കണമെങ്കിൽ തേനീച്ചക്കൂടും സ്വന്തമാക്കണം, വേണ്ടേ? തേൻ വേണമെങ്കിൽ, സുലഭമായിട്ടുള്ള തേൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ സാധാരണ തേനീച്ചയല്ല പിടിക്കണ്ടേ, റാണീച്ച പോയി പിടിക്കണം. എന്നാൽ നിങ്ങൾക്ക് എല്ലാം സ്വന്തമാവും. അതുമാതിരി ഈശ്വരനെ നിങ്ങൾ കമിതാവായും പ്രണയിതാവായിട്ടും കാണാമെങ്കിൽ, ദ ബെസ്റ്റ് ലവർ സങ്കല്പിക്കാമെങ്കിൽ, സങ്കല്പം മാത്രമല്ല പ്രായോഗിക തലത്തിലും കാണണമെങ്കിൽ, ഒരു ഭക്തമീരയുടെ മാതിരി ജീവിക്കാമെങ്കിൽ, ഗോപികമാരുടെ മാതിരി ജീവിക്കാമെങ്കിൽ, ഗോപികാ ഗീതത്തിൽ പറയുന്ന ആ ഗോപികാ ജീവിതത്തിൽ എത്താമെങ്കിൽ നിങ്ങളുടെയും ആത്മഭാഷണം അതായിത്തീരും, നീയും അതായിത്തീരും, ആ വിഗ്രഹമായിത്തീരും. പ്രണയം എന്ന് പറഞ്ഞാൽ അതിൽ വിഗ്രഹമുണ്ട്, പ്രതിബിംബമുണ്ട്.
പ്രതിബിംബം ഇല്ലാത്ത സമയം എപ്പോഴാണ്? ഒരു ദിവസത്തിൽ നട്ടുച്ച സമയത്ത്. നട്ടുച്ച സമയത്ത് പ്രതിബിംബമില്ല, ബിംബം മാത്രമേ ഉള്ളൂ, വിഗ്രഹം മാത്രമേ ഉള്ളൂ. ആ അവസ്ഥയിൽ ഏത് സമയത്ത് നിങ്ങൾക്ക് നിൽക്കാമെങ്കിൽ നിങ്ങൾ ഒരു ഐഡിയൽ ലവറാണ്. ജി, സുഖവും ആനന്ദവും ഇത് തമ്മിലുള്ള വ്യത്യാസം. ചോദ്യങ്ങൾ കൂടുതൽ കൂടുതൽ ആത്മീയ തലത്തിലേക്ക് എത്തുന്നതിൽ സന്തോഷമുണ്ട്. സുഖവും ആനന്ദവും തമ്മിലുള്ള അന്തരമെന്ത് എന്നാണ് ശരത്ജി ചോദിച്ചത്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, ഞാൻ ഈശ്വര ഗുരു തുല്യം കണക്കാക്കുന്ന സ്വാമി സ്വപ്രഭാനന്ദജി മഹാരാജ് എപ്പോഴും ഉദ്ധരിക്കാറുള്ളൊരു ഉപനിഷത്ത് കഥയാണ്. ആനന്ദത്തിന്റെ നിർവചനം എന്ത് എന്ന് ഒരു സാധകൻ അന്വേഷിക്കുകയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ഉത്തരങ്ങളും പ്രതിപാദ്യങ്ങളും കണ്ടെത്താവുന്ന ഒരു ഉപനിഷത്താണ് തൈത്തിരീയ ഉപനിഷത്ത്. ഈ തൈത്തിരീയ ഉപനിഷത്തിൽ ആനന്ദത്തിന്റെ പല പല തലങ്ങൾ കമ്പയർ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും താഴ്ന്ന തലം എന്ന് പറയുന്നത്, സ്വാമിജി പറയാറുള്ള എക്സാമ്പിൾ ഇതാണ്, തൈത്തിരീയ ഉപനിഷത്ത് കോട്ട് ചെയ്തിട്ട്, യുവാവായ ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ അധിപൻ, സർവ്വസുഖങ്ങളും എല്ലാ കാര്യങ്ങളും ഫിംഗർ ടിപ്പിലുള്ള വിരൽത്തുമ്പിൽ അനുഭവിക്കുന്ന ഒരു യുവാവ്. ആ യുവാവിന് ഉണ്ടാവുന്ന സുഖം അദ്ദേഹത്തിന്റെ തലത്തിൽ അത് ആനന്ദമാണ്. ഈ അറ്റം പറഞ്ഞു. ഈ മറ്റേ അറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥം ആനന്ദം അനുഭവിക്കുന്ന ഒരു യോഗിയുടെ ആനന്ദം എന്ന് പറഞ്ഞാൽ സകല ബ്രഹ്മാണ്ഡ മണ്ഡലാദികളും ത്തിനും ഉടമയായിട്ടുള്ള ഒരു ശക്തി, ആ പ്രപഞ്ചശക്തി. ആ പ്രപഞ്ചശക്തിയുടെ മനസ്സിൽ ആനന്ദം അനുഭവിക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കാം, തൽക്കാലം ഭാവിക്കാം. ആ ഭാവനയുള്ള ആ മനസ്സിന്റെ ഉടമയ്ക്ക് ആ ആനന്ദം വെറുമൊരു ജലത്തുള്ളി മാത്രമാണ്. അപ്പോ ആനന്ദം നിർവചനീയമാണോ അനിർവചനീയമാണോ? അനിർവചനീയമാണ്. അനിർവചനീയമായിട്ടുള്ള ഒരു ആനന്ദം നിങ്ങൾക്ക് എപ്പോൾ അനുഭവപ്പെടുന്നുവോ അത് അകൃത്രിമമാണ് എന്ന് സ്വയം അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ. അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ പാൽപ്പായസത്തിന്റെ മധുരം വർണ്ണിക്കാമോ? പാൽപ്പായസത്തിന്റെ മധുരം വർണ്ണിക്കാമോ എന്ന് ചോദിച്ച മാതിരി ഇരിക്കും. അത് അനിർവചനീയമാണ്, അനുപമേയമാണ്. അതാണ് സുഖം. പലപ്പോഴും ലൗകികതയിൽ നിന്ന് വരുന്ന അനുഭവമാണ് സുഖം. സുഖം മനസ്സിന്റെ തലത്തിലാണ് ഉണ്ടാവുന്നത്, ചിത്തത്തിൽ ഉണ്ടാവുന്നില്ല ഒരിക്കലും. ചിത്തത്തിൽ സത്യത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ, അസത്യത്തിന് സ്ഥാനമില്ല. ചിത്തത്തിൽ അഭൗമമായ അലൗകിക ആനന്ദം മാത്രമേ അനുഭവിക്കാനുള്ളൊരു സ്ഥലമാണ് ആനന്ദം, ചിത്തം. അതുകൊണ്ടാണ് സത്യം, ചിത്തം, ആനന്ദം എന്ന് പറയുന്ന ആ ഫോർമുല തന്നെ വന്നത് അവിടുന്നാണെന്ന് എൻ്റെ വിശ്വാസം. സത്യം എന്താണോ എന്നും നിൽക്കുന്നത്, അജമാണ്, അമരമാണ് സത്യം. അപ്പോൾ ഇതുണ്ടാവുന്ന എവിടെയാണ്? ചിത്തത്തിലാണ്. ചിത്തം മരണശേഷവും നിലനിൽക്കും. എന്താണ്? സത്യത്തിലാണ് ചിത്തം നിൽക്കുന്നത്. ഈ രണ്ടിന്റെയും കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ആനന്ദം അവിടെ സംജാതമാവണം എന്നാണ് ചെറിയൊരു വിശ്വാസം. ജി, ആധ്യാത്മിക പാത നമുക്ക് എപ്പോഴും അറിയാമല്ലോ, വളരെയധികം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ പാതയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ കൈപിടിച്ച് നടക്കുവാൻ ഒരു ഗുരുവില്ലാതെ നമുക്ക് അറിയാം വളരെയധികം പ്രയാസമാണ്. അപ്പം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഗുരുവിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊന്ന് വിവരിച്ചാൽ വളരെയധികം. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ശരത്ജി ചോദിച്ചത്. അതിന് ഇവന്റെ അനുഭവത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ സമ്മതം തരണം. ഇവൻ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ പലതും സാധാരണ യുക്തിക്കോ ഭക്തിക്കോ നിരക്കാത്തതായി തോന്നിയേക്കാം പലർക്കും. പക്ഷേ ഒരു സനാതന മതവിശ്വാസി ആധ്യാത്മിക ജീവിതത്തിൽ വേദാന്തിക് വേ ഓഫ് ലൈഫ് പ്രാക്ടീസ് ചെയ്യാൻ മോഹിക്കുന്ന ഒരു എളിയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പറഞ്ഞോട്ടെ.
എൻ്റെ പ്രഥമ ഗുരു ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും അന്നും ഇന്നും സാക്ഷാൽ ഠാക്കൂർ പരമഹംസരാണ്. പരമഹംസന്റെ വളരെ വളരെ ആപ്റ്റായിട്ടുള്ളൊരു ഒരു വാക്യം, ഒരു ഉപദേശം പറഞ്ഞിട്ടുള്ളത്, ഗുരു എന്ന് പറയണ്ട, ഗുരുക്കന്മാർ. എവിടെ നോക്കിയാലും ഗുരുക്കന്മാർ. ഒരു ഗുരു എന്ന് പറയുന്ന വിശ്വാസം എനിക്ക് തോന്നുന്നത് പാശ്ചാത്യ മതങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഹാങ് ഓവറാണ്. അതിൽ നിന്ന് വിമുക്തമായാൽ മാത്രമേ ഒരു സനാതനിയായിട്ട് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ. പാശ്ചാത്യ മതങ്ങളിൽ നിന്ന് പറയുന്നത് മുഴുവനും കൾട്ടിസത്തിൽ നിന്നും തുടങ്ങുന്നതും കൾട്ടിസത്തിൽ അവസാനിക്കുന്നതുമാണ്. ഈ കൾട്ടുകളിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബന്ധനത്തിൽ ചെന്ന് പെടുകയാണ് ചെയ്യാം. വിവേകാനന്ദ സ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുമ്പ് ചങ്ങലയായാലും ശരി, സ്വർണ്ണ ചങ്ങലയായാലും ശരി, ചങ്ങല തന്നെയാണ്. അപ്പം അതിൽ നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ചിത്ത് അവിടെ കൊടുക്കണോ വേണ്ടയോ എന്ന് അവനവൻ തന്നെ തീരുമാനിക്കണം. അതിനവനവനും തന്നെ ശാസ്ത്രങ്ങളിലേക്കും നമ്മുടെ മഹദ്വചനങ്ങളിലേക്കും ഗുരുക്കന്മാരിലേക്കും ചെന്നാലേ അത് സാധിക്കുകയുള്ളൂ. പിന്നെ ഗുരു എന്ന് പറയുന്ന തത്വമാണ് ശരിക്കും. ഗുരു എന്ന് പറയുന്നത് എൻ്റെ ദൃഷ്ടിയിൽ ഒരു ഫ്രെയിമിൽ ഒതുക്കുന്ന ഒരു രൂപമല്ല. എൻ്റെ മനസ്സിൽ ഗുരു എന്ന് പറയുമ്പോൾ പല പല രൂപങ്ങളും വരും. ഇപ്പം എൻ്റെ ഭാഗ്യമെന്ന് വേണേൽ പറയട്ടെ, എൻ്റെ അച്ഛനും അമ്മയും എന്നെ എഴുത്തിന് വെച്ച് തന്നെ സ്വർഗീയ ആയിട്ടുള്ള ശ്രീമദ് സദ്ഗുരു രമാദേവിയമായിരുന്നു. മംഗലാപുരത്ത്, തലശ്ശേരിയിൽ ജനിച്ച മംഗലാപുരത്ത് സ്വാശ്രമം കുലശേഖർ എന്ന് പറയുന്ന സൃഷ്ടിച്ച അവരുമായിട്ടുള്ള ഒരു ദേഹബന്ധം പോലും എനിക്ക് ഉണ്ടാവാനായിട്ട് പറ്റി. അവരുടെ മടിയിലിരുത്തിയിട്ടാണ് എന്നെ എഴുത്തിനിരുത്തിയത്. അന്നു മുതൽ ഗുരുസമ്പർക്കം ഇവനുണ്ടാവാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ആശ്രമ ജീവിതത്തിന്റെ ഭാഗമായിട്ട്, പഠനകാലത്തിന്റെ ഭാഗമായിട്ട് ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൽ പല പല ഗുരുക്കന്മാരായിട്ടും സന്യാസി വര്യന്മാരായിട്ടും ശ്രീമദ് രംഗനാഥാനന്ദ സ്വാമി ആയിട്ടും ഒക്കെ ഇടപഴകാനായിട്ടുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. എൻ്റെ വാർഡനായിരുന്ന സ്വർഗീയ തുല്യനായിട്ടുള്ള, എൻ്റെ പിതൃതുല്യനായിട്ടുള്ള വാർഡൻ മഹാരാജ് ശ്രീമദ് ചക്രാനന്ദ സ്വാമിജി അടുത്തിടെ തിരുവനന്തപുരത്ത് മഹാസമാധിയായി. അദ്ദേഹമാണ് എന്നെ ഒരു മകനെപ്പോലെ വളർത്താൻ ത്വര കാണിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തി എന്ന് വേണേൽ പറയട്ടെ. ഗുരു പരമ്പരയിൽ അദ്ദേഹം പെടുന്നു. പിന്നീട് ഞാൻ പല പല ഗുരുശ്രേഷ്ഠന്മാരായിട്ടും സമ്പർക്കം പുലർത്താനായിട്ടുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഗൾഫിൽ ഉണ്ടായിരുന്ന കാലത്ത് ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ താഴ്ചയുടെ അങ്ങേയറ്റത്തെ അഗാധ ഗർത്തങ്ങളിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരു വഴികാട്ടിയായിട്ട് ഒരു വെളിച്ചം കിട്ടിയത് സദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവിയിൽ നിന്നായിരുന്നു. അമ്മ എന്ന് ലോകം വിളിക്കുന്ന ആ മഹത്സ്വരൂപം ഗുരുവിലധികം വലുതായിട്ടുള്ള ഒരു രൂപമാണ്. സ്ഥാവരം ജംഗമം വ്യാപ്തം യത്കിഞ്ചിത് സരാചരം എന്ന നിർവചനത്തിന് ഏതാണ്ട് അങ്ങേയറ്റം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഗുരു. എവിടെ നോക്കിയാലും ദൈവത്തിനെ കാണണം എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞ മാതിരി തന്നെ യജുഹോഷി ദദാസിയത് ഏ തപസ്യതി കൗന്ദയ, ഇതേമാതിരി തന്നെ ഞാൻ എന്തൊക്കെ അങ്ങോട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അമ്മ എനിക്കതെല്ലാം തിരിച്ചു തന്നിട്ടുണ്ട്. ഒരു തൊഴിലടക്കം അമ്മയാണ് എനിക്ക് ജീവിത ഉപാധിയായിട്ട് എൻ്റെ മുന്നിൽ അന്നും ഇന്നും 73 വയസ്സിൽ നിൽക്കുന്ന എനിക്ക് ഇന്നും പ്രചോദനമായിട്ടും അന്നം തരുന്നതുമായിട്ടുള്ള അന്നപൂർണേശ്വരിയാണ് അമ്മ. ആ അമ്മയുടെ ഒരു കൊച്ചു കുഞ്ഞായിട്ട് ജീവിക്കാനാണ് എൻ്റെ ഏറ്റവും ഇഷ്ടം. അമ്മയുടെ മുമ്പിൽ ചെല്ലുമ്പോഴെല്ലാം അമ്മ പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുക എന്നല്ലാതെ ഞാൻ അങ്ങോട്ടൊന്നും തിരിച്ചു ചോദിക്കാൻ പറ്റാറുമില്ല. മനസ്സിൽ പലതും തിങ്ങി വരാറുണ്ടെങ്കിലും ലൗകികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ലൗകികമായിട്ടുള്ള ചോദ്യങ്ങൾ, അലൗകികമായിട്ടുള്ള സംശയങ്ങൾ പലതും മനസ്സിൽ പൊങ്ങി വരുമെങ്കിലും അമ്മയുടെ സന്ദർഭത്തിലെത്തുന്ന സമയത്ത്, അമ്മയുടെ ആ സന്നിധാനത്തിലെത്തുന്ന സമയത്ത് ഇതെല്ലാം എവിടേക്കോ പോയി മങ്ങി പറയുന്നു. അമ്മ മോനെ എന്ന് വിളിക്കുന്ന ആ ശബ്ദം മാത്രം മതി ഇവന്
ബാറ്ററി ചാർജ് ചെയ്യുന്ന മാതിരി ഒരു ഊർജം മനസ്സിൽ പകർന്നു കിട്ടി തിരിച്ചു പോകാനായിട്ട്. ഇതാണ് എൻ്റെ അമ്മ. ഞാൻ കാണുന്ന അമ്മ ഇതാണ്. അമ്മയുടെ സകല പ്രവർത്തികളും അമ്മയുടെ സകല കർമ്മരംഗങ്ങളും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ ആർക്കും കഴിയില്ല. എന്നാൽ പോലും അമ്മയുടെ നാമവും അമ്മയുടെ സൽകീർത്തിയും ലോകമുള്ളിടത്തോളം കാലം നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ തിരിച്ചു വരട്ടെ. ഗുരുക്കന്മാർ എന്ന തത്വത്തിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഇതിനിടെയാണ് ഞാൻ 2008 തോന്നുന്നു, 2007 8 തോന്നുന്നു, തൃശ്ശൂർ വെച്ചിട്ട് ഞാൻ സാക്ഷാൽ ശ്രീ എം എന്ന് പറയുന്ന മധുകർനാഥ് ബാബ അദ്ദേഹവുമായിട്ട് പരിചയപ്പെടാനായിട്ടുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചു. അദ്ദേഹം എഴുതിയിട്ടുള്ള ആത്മകഥ 1ഉം 2ഉം ഭാഗങ്ങൾ അന്ന് ഒന്നാം ഭാഗം എഴുതിയിട്ടുള്ളൂ, 2ാം ഭാഗം എത്തിയിട്ടില്ല. അതൊക്കെ അദ്ദേഹമായിട്ടുള്ള അഭിമുഖങ്ങൾ പലതും അടുത്തറിയാനായിട്ട് പറ്റി. അദ്ദേഹം പറയുന്നത് സന്യാസം എന്ന സങ്കല്പം അങ്ങേയറ്റം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇന്ന് ഭാരതത്തിൽ. അദ്ദേഹം ഒരു സന്യാസിയല്ല, ഗൃഹസ്ഥനാണ്. എന്നാൽ പോലും സന്യാസിമാരിൽ അഗ്രഗണ്യനായിട്ട് ഇന്ന് ലോകം അംഗീകരിച്ച ഒരു ഗുരുവാണ് ശ്രീ എം. ഈ ശ്രീ എമ്മിന്റെ അടുത്ത് പെരുമാറാനായിട്ട് എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു. അന്ന് തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു, അങ്ങ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരുമിച്ച് കളിക്കും ചിരിക്കും, ഒരുമിച്ച് നടക്കും, അമ്പലത്തിൽ പോവും, എല്ലാം ചെയ്യും. പക്ഷേ അങ്ങോട്ട് ദിവസം അമ്മയെപ്പോലെ തന്നെ ടോക്കൺ വേണ്ടിവരും കാണണമെങ്കിൽ. അദ്ദേഹം ചിരിച്ചു തള്ളി പറഞ്ഞത്. പക്ഷെ ഇന്ന് അത് അന്വർത്ഥമായി തീർന്നിരിക്കുകയാണ്. ലോകം അദ്ദേഹത്തിനെ കയ്യിലെടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങേയറ്റം ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. IITകളിൽ, സർവകലാശാലകളിൽ ഒക്കെ അദ്ദേഹം ഇന്ന് ഒരു നിത്യ ദർശന മഹാപുരുഷനായിട്ട് മാറിക്കഴിഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ചെറുപ്പക്കാരിൽ, യുവ മനസ്സുകളിൽ അങ്ങേയറ്റം സമ്മർദ്ദം അദ്ദേഹത്തിന്റെ വളരെ വളരെ ലളിതമായിട്ടുള്ള ഭാഷകളിൽ സ്വാനുഭവത്തിൽ നിന്ന് മാത്രം സംസാരിക്കുന്ന ഒരു ഗുരുവാണ് സാക്ഷാൽ ശ്രീ എം. അദ്ദേഹത്തിനെ പിന്തുടരാതിരിക്കാൻ ആർക്കും പറ്റില്ല ഇന്നത്തെ കാലത്ത്. അങ്ങനെ തുടങ്ങുന്നു. പിന്നീട് ഞാൻ ഫോണിൽ ബന്ധപ്പെടാനാണ് എനിക്ക് പറ്റിയിട്ടുള്ളത്. സാക്ഷാൽ അവധൂത് ഗുരുപ്രസാദ്ജിയായിട്ട് വീണ്ടും ഒരു അങ്ങേയറ്റത്തെ ഒരു ദുർഘട ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് ഞാൻ ഫോൺ ചെയ്യുന്നത്. ഒരു മനഃശാസ്ത്ര രോഗചികിത്സയുമായി സംബന്ധിച്ചിട്ടുള്ളത്. അത്രമാത്രം ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹം അതിനെ എനിക്ക് വേണ്ട അനുഭവം പറഞ്ഞു തരികയും ചെയ്തു. അദ്ദേഹം വഴിക്കാണ് ഞാൻ പിന്നെ എൻ്റെ വേറൊരു ഗുരുവുമായിട്ട് സമ്പർക്കം പുലർത്താനായിട്ട് ഭാഗ്യം സിദ്ധിച്ചത്. അതാണ് ശ്രീമദ് ബോധേന്ദ്ര തീർത്ഥസ്വാമികൾ. കൊല്ലത്ത് കേരളപുരം എന്ന് പറഞ്ഞ ഒരു നഗര അതിർത്തിയിൽപ്പെടുന്ന ഒരു ആശ്രമത്തിൽ, ആനന്ദധാമം ആശ്രമത്തിൽ സകല മനുഷ്യരായിട്ടും സംവദിക്കാൻ കഴിയുള്ള ഫേസ്ബുക്ക് മുതലായിട്ടുള്ള സമൂഹ മാധ്യമങ്ങളിൽ സ്ഥിര ശബ്ദമായിട്ട്, സ്ഥിര രൂപമായിട്ട് കാണുന്ന ഒരു ദേഹമാണ് കണ്ണൻ സ്വാമി എന്നറിയപ്പെടുന്ന ബോധേന്ദ്ര തീർത്ഥജി. ഇന്ന് ലോകത്തിൽ ഏറ്റവും ആവശ്യമുള്ളൊരു കാര്യം, ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന ആധ്യാത്മിക പാത പിന്തുടരുന്നവരായാലും ലൗകിക ജീവിതത്തിൽ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവരായാലും തൊഴിലധിഷ്ഠിത ജീവിതം നയിക്കുന്നവരായാലും അവർക്കൊക്കെ വേണ്ടത് വിരൽത്തുമ്പിൽ കിട്ടാവുന്ന ഒരു ഗുരു. ഗുരുവുമായിട്ട് മാധ്യമങ്ങൾ വഴി സംവദിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി, ഒരു രൂപം, ഒരു സന്ദേശവാഹകൻ, ഒരു കൈത്താങ്ങ് തരുന്നവൻ. അതാണ് ഇന്നത്തെ ലോകത്തിൽ ഗുരുവിന്റെ പ്രസക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെല്ലാം കഴിയുന്ന ഒരു ദേഹമാണ് കണ്ണൻ സ്വാമി. കണ്ണൻ സ്വാമിയെ ഫോണിൽ ബന്ധപ്പെടാം, വാട്സാപ്പിൽ ബന്ധപ്പെടാം എന്ന് വേണ്ട, നേരെ കണ്ടാൽ കാണാനായിട്ട് പറ്റാൻ ഒരു തിക്കും തിരക്കുമില്ലാത്ത ഒരു ദേഹമാണ് അദ്ദേഹം. അങ്ങനെയാണ് നിൽക്കുന്നതാണ് എൻ്റെ ഗുരു പരമ്പരയിലത്തെ ഒരു കണ്ണിയായിട്ട് ഇന്നും അദ്ദേഹം വർത്തിക്കുന്നു. അപ്പോൾ ഗുരു സങ്കല്പം എന്ന് പറയുന്നത് എനിക്ക് ഒരു സങ്കല്പം മാത്രമല്ല, ഒരു രൂപം മാത്രമല്ല, ഒരു ശക്തിയാണ്. നമുക്ക് പാൽപ്പബിൾ ആയിട്ടുള്ള ഒരു ശക്തി, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഫിസിക്സിൽ പറയുന്ന മാതിരി, ഞാൻ നേരത്തെ ഫിസിക്സിൽ തിരിച്ചു വരട്ടെ, ഐസോമെട്രിക് അല്ലെങ്കിൽ ഐസോട്ടോണിക് ആയിട്ടുള്ള ഒരു ശക്തി. അതാണ് ഭഗവാൻ അത് ആ ശ്ലോകത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്.
ഏ ഭജന്തി തു മാം ഭക്ത്യ മൈ തേ തേഷു ചാപ്യഹം എന്നതിന്റെ ഏറ്റവും ശാസ്ത്രപരമായിട്ട് ഭൗതിക ശാസ്ത്രപരമായിട്ട് വ്യാഖ്യാനിക്കാമെങ്കിൽ എന്റെ ഒരു എളിയ ദൃഷ്ടിയിൽ ഐസോട്ടോണിക്സ് ആൻഡ് ഐസോമെട്രിക്സ് ആണ്. ഐസോമെട്രിക്സിൽ നമ്മൾ അങ്ങോട്ട് എത്ര ശക്തി കൊടുക്കുന്നുവോ ജിംനേഷ്യത്തിൽ പോകുന്നവർക്കറിയാം, കാലിസ്തനിക്സ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കറിയാം. നിങ്ങൾ അങ്ങോട്ട് എത്ര ശക്തി കൊടുക്കുന്നുവോ അത്രയും ശക്തി ആ വസ്തു നമുക്ക് ഇങ്ങോട്ട് തരും. അത് സ്പ്രിംഗ് ആയാലും കൊള്ളാം, വെയ്റ്റ്സ് ആയാലും കൊള്ളാം, പല പല വെയിറ്റുകൾ എടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ശരി. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ശക്തി അതേ ശക്തി ഇങ്ങോട്ട് തരും. പക്ഷേ ആ ശക്തി കൊടുക്കണമെങ്കിൽ നമുക്ക് മനസ്സ് വേണ്ടേ? ആ മനസ്സാന്നിധ്യം, ആ ഹൃദയ സാന്നിധ്യം ഉണ്ടെങ്കിലേ നമുക്ക് ഫലങ്ങൾ അനുഭവിക്കാൻ പറ്റൂ. അങ്ങോട്ട് എത്രയുണ്ടോ, ആസ് യു സോ യു റീപ്പ് എന്ന് പറയുന്ന ഭാഗം. നമ്മൾ എത്ര വിതച്ചോ അത്ര കൊയ്യുന്നു. പക്ഷെ അതിൽ നിന്നായിരിക്കാം ആ തെറ്റിദ്ധാരണ പരന്നിട്ടുള്ളത്. നമുക്ക് ഒരു വിത്തിട്ടണമെങ്കിൽ 10 വിത്ത് തിരിച്ചു തരുമെന്ന് ഭഗവാൻ പറയുന്നു, അല്ലെങ്കിൽ സെമിറ്റിക് മതങ്ങൾ പറയുന്നു. അതിലായിരിക്കാം ഈ തെറ്റിദ്ധാരണ കടന്നുകൂടിയിട്ടുള്ളത്. പക്ഷേ മനുഷ്യനും ദൈവവുമായിട്ട് അതിൽ വേറെ ആരുമില്ല. ഇറ്റ്സ് എ 1-to-1 റിലേഷൻഷിപ്പ് എൻറ്റയർലി ഫ്രം ബിഗിനിങ് ടിൽ എൻഡ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംവാദത്തിന് അവസരം തന്ന അവധൂത് ഗുരുപ്രസാദ്ജിയോടും വക്കീൽ സാർ ശരദ്ജിയോടും ഇവന്റെ എളിയ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി. ജി, മീറ്റ് മീ ചാനലിന്റെ ഭാഗത്തു നിന്ന് ഞങ്ങളുടെ എല്ലാ സാധകരുടെ വശത്തു നിന്നും ഞങ്ങളുടെ വളരെയധികം നന്ദി സമർപ്പിക്കുകയാണ്. കാരണം ഇത്രയും മാത്രം ഡെപ്തിൽ ആധ്യാത്മിക വിചിന്തനം ചെയ്ത് നമ്മളൊപ്പം സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദി. നമസ്കാരം. ഹരി ഓം. മീ ടു മീ മെഡിറ്റേഷൻ സെന്റർ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കുഞ്ഞുണ്ണി മാഷ് എഴുതിയൊരു കവിതയത്തെ 2 വരികളാണ്. ഗുരുവായൂരിലേക്കുള്ള വഴി കണ്ട അമ്പരന്നു ഞാൻ, എന്നിൽ നിന്ന് എന്നിലേക്കുള്ള വഴി കണ്ട അമ്പരന്നു ഞാൻ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഈ വഴിയുടെ ദൂരം കുറയ്ക്കാൻ പറ്റിയാൽ ഏത് സത്സംഗത്തിൽ നിന്നും അതിന്റെ കുറയ്ക്കാനുള്ള വഴികൾ ആർക്കായാലും കിട്ടിയാലും ശരി. ഇന്ന് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ തള്ളിച്ചുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ വഴികളും ഉപയോഗിച്ച്, എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് സാധകൻ സാധ്യമാകുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമേ എന്ന് മാത്രമേ പറയാനുള്ളൂ. വളരെയധികം നന്ദി ഈ അവസരത്തിന്.